ഉണ്ടായിരുന്നു. അപ്പൊ ആ ഓഫീസേഴ്സ് എല്ലാം കയറി കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം, അതോടൊപ്പം ഫാക്കൽറ്റീസ്. ഓക്കെ, വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നലെ നമ്മൾ ഒരു ഓപ്ഷൻ പബ്ലിഷ് ചെയ്യുന്ന ലെവലിലോട്ട് നമ്മൾ പോയിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ സംസാരിച്ച് കൊണ്ടിരുന്ന കാര്യത്തിൽ ഒന്ന് രണ്ട് ക്ലാരിറ്റി നമുക്ക് വരാനുണ്ടായിരുന്നു. ആ വിഷയം നമുക്കൊന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനിലോട്ട് പോവാം. ഇന്നലെ നമ്മളൊരു മൾട്ടി ലോട്ട്, സിംഗിൾ ലോട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് നമ്മൾ ഇത് അവാർഡ് ചെയ്യുന്നതായിട്ടും, അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിനും ഹയസ്റ്റ് എമൗണ്ട് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകം നമ്മൾ വർക്ക് ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യുന്നതായിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഹയസ്റ്റ് ആയിട്ട് വരുന്ന ആളിന് നമ്മൾ അവാർഡ് ചെയ്യുന്നതായിട്ടും നമ്മളൊരു രണ്ട് രീതി ഉണ്ടെന്ന് പറഞ്ഞു. അത് സിംഗിൾ ലോട്ടും മൾട്ടി ലോട്ടും എന്ന് പറയും. മൾട്ടി ലോട്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കോട്ട് ചെയ്യുന്നതെല്ലാം അതാത് ഐറ്റത്തിന് അഗെയിൻസ്റ്റ് ആണ്. പക്ഷേ ഓവറാൾ നമ്മൾ വർക്ക് ചെയ്യും പോലെ എല്ലാ ഐറ്റവും കൂടെ കൂട്ടിയെടുത്ത് ടോട്ടൽ എമൗണ്ട് ഹയസ്റ്റ് ആയിട്ട് വരുന്ന ആളിന് ഒറ്റ വാല്യൂ വെച്ച് കൊടുക്കുന്നതാണ് സിംഗിൾ ലോട്ട്. മൾട്ടി ലോട്ട് എന്ന് പറഞ്ഞാൽ അവരവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് കോട്ട് ചെയ്യാം. അതിൽ ഹയസ്റ്റ് ആരോ വരുന്ന ആ ഐറ്റം മാത്രം അവരവർക്ക് കൊടുത്ത് പല ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കാം. ഇത് രണ്ടിൻ്റെയും മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. അത് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ള ആദ്യം ഞാൻ പറയാം. നമ്മൾ ഇന്നലെ ഈ സൈറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ്, എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ടെൻഡറിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ടെൻഡറിൽ ഈ ഒരു ഓപ്ഷൻ, ഈ ഐറ്റം വൈസ് ഇവാലുവേഷൻ യെസ് ഓർ നോ കൊടുക്കുക. യെസ് കൊടുത്താൽ നമ്മൾ മൾട്ടി ലോട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റത്തിനും പ്രത്യേകം ഇവാലുവേറ്റ് ചെയ്യും. അതൊക്കെ ഓരോ ഐറ്റത്തിനും ആരാണോ ഹയസ്റ്റ് അവരവർക്ക് ആ ഐറ്റം അയാൾക്ക് കൊടുക്കും. വേറൊരു ഐറ്റത്തിന് വേറൊരാളാണ് ഹയസ്റ്റ് എങ്കിൽ അയാൾക്ക് കൊടുക്കും. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് മൾട്ടി ലോട്ട്. അങ്ങനെ വരുന്ന കേസിൽ ഐറ്റം വൈസ് ഇവാലുവേഷൻ യെസ് കൊടുക്കേണ്ടി വരും. നോ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഷെഡ്യൂൾ എല്ലാം സെയിം തന്നെയാണ്, അവരെല്ലാം ഓരോ ഐറ്റത്തിന് കോട്ട് ചെയ്യും. പക്ഷേ നമ്മൾ അവാർഡ് ചെയ്യുന്നത് എല്ലാം ഒരുമിച്ച് ഏറ്റവും ടോട്ടൽ മാക്സിമം എമൗണ്ട് വന്ന ആളിനായിരിക്കും അവാർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു പ്രശ്നമുള്ളത്, നമ്മൾ സിംഗിൾ ലോട്ടാണ് ചെയ്യുക എന്ന് വന്നാൽ നമ്മൾ ടോട്ടൽ എമൗണ്ട് കൊടുക്കുമ്പോൾ ഈ ക്വാണ്ടിറ്റി വേരി ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ സംസാരിച്ച കിലോഗ്രാമിലൊക്കെ വരുന്ന ചിലപ്പോൾ നമ്മൾ അസസ് ചെയ്ത ക്വാണ്ടിറ്റി കുറവായിരിക്കാം, കൊടുക്കുമ്പോൾ കൂടുതലുണ്ടാവാം. അപ്പോൾ കഴിയുന്നതും നമ്മൾ സിംഗിൾ ലോട്ടായിട്ട് ചെയ്യുമ്പോൾ അയാളുടെ ഷെഡ്യൂളിലുള്ള ക്വാണ്ടിറ്റി മാത്രം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ടോട്ടലായിട്ട് നമ്മളെല്ലാം കൊടുക്കും, എല്ലാ ഐറ്റവും അയാൾക്ക് ഈ ടോട്ടലായിട്ട് എമൗണ്ട് വന്നത്. ചില ഐറ്റം അത് പുള്ളി ഹയസ്റ്റ് ആയിരിക്കണമെന്നില്ല, വേറൊരാളായിരിക്കും ആ ഐറ്റത്തിൽ ഹയസ്റ്റ് വരുന്നത്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ സിംഗിൾ ലോട്ട് ചെയ്യുമ്പോൾ ആ ക്വാണ്ടിറ്റി നമ്മൾ സ്പെസിഫൈ ചെയ്ത ക്വാണ്ടിറ്റിയിൽ ലിമിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ലോ എമൗണ്ട് കോട്ട് ചെയ്ത ഐറ്റം കൂടുതൽ ക്വാണ്ടിറ്റി വന്നാൽ അത് മറ്റേയാളിന് ഒരു ഡിസ്പ്യൂട്ട് വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല അത് ശരിയല്ല, നമുക്കത് നഷ്ടമാണ്. ഇൻ കേസ് അങ്ങനെ എക്സസ് ക്വാണ്ടിറ്റി കൊടുക്കേണ്ടി വന്നാൽ, സിംഗിൾ ലോട്ട് ചെയ്തിട്ട് എക്സസ് ക്വാണ്ടിറ്റി കൊടുക്കേണ്ടി വന്നാൽ, അത് കൊടുക്കുന്നത് ആ ഐറ്റം ഈ കൊടുക്കുന്ന ആൾ തന്നെയാണ് ഹയസ്റ്റ് എന്ന് ഉറപ്പാക്കുക. ഹയസ്റ്റ് അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുക. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ സിംഗിൾ ലോട്ട് ആണെങ്കിൽ ഒരാളിന് എല്ലാ ഐറ്റവും കൊടുക്കുന്ന തരത്തിലാണെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റിയും അതിനകത്ത് ലിമിറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുക. എക്സസ് ക്വാണ്ടിറ്റി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കുറേ സാധനം ഇരിക്കുന്നു, ഒന്നുകൂടെ നമുക്ക് ഒരു ലേലം കൂടി ഇടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമുള്ളത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അയാൾ തന്നെയാണ് അതിൻ്റെ ഹയസ്റ്റ് എന്ന് ഉറപ്പാക്കിയിട്ട് കൊടുക്കുക. അയാൾ ഹയസ്റ്റ് അല്ല, അയാൾ അതിൻ്റെ ലോ ആണെങ്കിൽ ആ ഐറ്റം അയാൾക്ക് ബാക്കിയുള്ള ക്വാണ്ടിറ്റി, ഷെഡ്യൂളിൽ പെടാത്ത ക്വാണ്ടിറ്റി കൊടുക്കാതിരിക്കുക. മൾട്ടി ലോട്ട് ആണെങ്കിൽ ആ പ്രശ്നമില്ല, ആരാണോ ഹയസ്റ്റ് അയാൾക്കായിരിക്കും കൊടുക്കുന്നത്. ഇനി മൾട്ടി ലോട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഞാൻ പറയാം. മൾട്ടി ലോട്ട് ചെയ്യുമ്പോൾ കോൺട്രാക്ടർക്ക് കോട്ട് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഉണ്ട്. എന്താണ്? അയാൾക്ക് ഇഷ്ടമുള്ളത് മാത്രം കോട്ട് ചെയ്യാം, അയാൾക്ക് ഇഷ്ടമുള്ള ഐറ്റത്തിന് മാത്രം കോട്ട് ചെയ്യാം, ഇഷ്ടമില്ലാത്ത ഐറ്റം അയാൾക്ക് വിട്ടുകളയാം. അപ്പോൾ അതിന് രണ്ട് ചാൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ചില ഐറ്റംസ് പോവാതെ ഇവിടെ കിടക്കും. രണ്ട്, മെജോറിറ്റി നല്ല ഐറ്റം അല്ല ഒരാൾ കോട്ട് ചെയ്യും, വേറൊരാളിന് അയാൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ചെറിയ ഐറ്റംസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഈ EMD ഫോർഫീറ്റിംഗ് ആ ലെവലിലൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. അത് ആ കണ്ടീഷനിൽ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയാം. ഇത് സിംഗിൾ ലോട്ടായിട്ടാണോ നമ്മൾ അവാർഡ് ചെയ്യുന്നത്, അതോ ഐറ്റം വൈസ് ആണോ അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. മേജറായിട്ടുള്ള നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒന്നോ രണ്ടോ ഐറ്റം ഒക്കെ ഉള്ളുവെങ്കിൽ അത് മൾട്ടി ലോട്ടായിരിക്കും നല്ലത്. ഈ മിസലേനിയസ് ആയിട്ടുള്ള കുറേ ചപ്പ് ചവർ സാധനങ്ങളെല്ലാം നമ്മളിട്ട് ചെയ്യുവാണെങ്കിൽ അത് സിംഗിൾ ലോട്ടായിരിക്കും നല്ലതെന്നാണ്
ഒരു ഇന്നലത്തെ ഒരു സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്ത് ചെയ്യണം എന്ന് നമുക്ക് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നും ഇല്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, മൾട്ടി ലോട്ടും സിംഗിൾ ലോട്ടും തമ്മിലുള്ള വ്യത്യാസം. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ആ വ്യത്യാസം കാണുന്നത്. ഷോ ഐറ്റം വൈസ് ഇവാലുവേഷൻ. അപ്പോൾ ഞാൻ ഇന്നലെ എന്നെ പലരും വിളിച്ചിരുന്നു, 33 വരെ ഉള്ളൂ. ഇന്നലത്തെ ക്ലാസ്സിൽ ചിലപ്പോൾ ചില മീറ്റിംഗ് ഉണ്ടോ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാനില്ല. ടെൻഡർ ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആകപ്പാടെ ഉണ്ടാകുന്ന വ്യത്യാസം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഐറ്റം വൈസ് ഈ ഫസ്റ്റ് വരുന്ന പേജിൽ ഈ ഒരു സെലക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ടെൻഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടെൻഡർ കം ഓപ്ഷൻ എന്നുള്ള സാധനം, അയാളുടെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന സെയിം ആണ്. അപ്പോൾ ടെൻഡർ ക്രിയേഷൻ സംബന്ധിച്ച് നമ്മൾ പുതുതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. രണ്ടാമത് വ്യത്യാസം വരുന്നത് ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് കാണിച്ച ഐറ്റം വൈസ് ഇവാലുവേഷൻ. അത് നമ്മുടെ സിംഗിൾ ലോട്ടായിട്ടാണോ മൾട്ടി ലോട്ടായിട്ടാണോ നമ്മൾ അയാൾക്ക് ഒരു ഹയസ്റ്റ് ആളിനെ അവാർഡ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ സെലക്ഷൻ മാത്രമേ ഉള്ളൂ ടെൻഡർ ക്രിയേഷനിൽ. അത് കഴിഞ്ഞ് 2 കവർ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്ന പോലെ നമ്മളെ സിംഗിൾ കവർ ആദ്യം ടെക്നിക്കൽ കവർ ഓപ്പൺ ചെയ്യുന്നു, ടെക്നിക്കൽ കവർ ഇവാലുവേഷൻ ചെയ്യുന്നു. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഫിനാൻഷ്യൽ ഓപ്പണിങ്ങിൽ മാത്രം നമുക്ക് ഓരോരുത്തരുടെ ഷെഡ്യൂളായിട്ട് കിട്ടില്ല. ഫിനാൻഷ്യൽ ഓപ്പണിങ്ങിൽ ഓട്ടോമാറ്റിക് ഇവാലുവേഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒന്നും ഫിനാൻഷ്യൽ ഇവാലുവേഷനിലൊന്നും ഫിനാൻഷ്യൽ ഓപ്പണിംഗ് ഒന്നും പെൻഡിങ് ഇല്ല. ഓട്ടോമാറ്റിക് ഫിനാൻഷ്യൽ ഓപ്പണിങ്ങിൽ ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ആണ് വരുന്നത്. ആ ഓട്ടോ ഓപ്പണിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആൾക്കാരുടെ എമൗണ്ട് അറിയാൻ പറ്റത്തില്ല, പക്ഷേ ഓവറാൾ ഹയസ്റ്റ് മാത്രമേ അറിയാൻ പറ്റൂ. നമ്മളിപ്പോൾ ഹയസ്റ്റ് ഫോർവേഡ് ഓപ്ഷനോട്ട് പോകുന്നതുകൊണ്ട് ഹയസ്റ്റ് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഫിനാൻഷ്യൽ ഓപ്പണിംഗ് വരെയുള്ള വ്യത്യാസം. ഫിനാൻഷ്യൽ ഓപ്പണിംഗ് കഴിഞ്ഞ് സാധാരണ നിലയ്ക്ക് നമ്മൾ പോകുന്നത് ഫിനാൻഷ്യൽ ഇവാലുവേഷനിലോട്ടാണ്. ഇവിടെ ഫിനാൻഷ്യൽ ഇവാലുവേഷനിൽ പോകുന്നതിന് മുമ്പേ ഓപ്ഷൻ ആണെങ്കിൽ ഒരു സ്റ്റേജ് കൂടെ ഉണ്ട്, ടെൻഡർ കം ഓപ്ഷൻ ക്രിയേഷൻ. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക. അവിടെ മുതൽ നമുക്ക് ഒന്നുകൂടെ പറയാം. ആരുടെ ആ ഒരു സൗണ്ട് കേൾക്കുന്നേ? ചേട്ടാ പറഞ്ഞോളൂ. ഈ സിംഗിൾ ലോട്ടിലും മൾട്ടി ലോട്ടിലും സിംഗിൾ ലോട്ട് ആണെങ്കിൽ കോട്ട് ചെയ്യുന്ന ആളിന് ഏതെങ്കിലും ഐറ്റം കോട്ട് ചെയ്യാതെ വിട്ടുകളയാൻ പറ്റുമോ? സിംഗിൾ ലോട്ടിൽ മസ്റ്റ് ആയിട്ട് എല്ലാം കോട്ട് ചെയ്യേണ്ടി വരും. കാരണം അത് ലോട്ടായിട്ടേ ചെയ്യാൻ പറ്റും, ഒറ്റയായിട്ടേ ചെയ്യാൻ പറ്റും. ഒന്നും വിട്ടുപോകില്ലേ? ഒന്നും വിട്ടുപോകത്തില്ല. ഞാനത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡെമോ ഇല്ല, പ്രൊവിഷൻ ഇല്ല, അതുകൊണ്ട് അത് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കോട്ടയത്ത് ഇപ്പൊ സിംഗിൾ ലോട്ടായിട്ടാണ് ചെയ്തത്. അതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്, ആർക്കും അത് സ്കിപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിംഗിൾ ലോട്ട് നമ്മുടെ ഈ ഡെമോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ചില ഓപ്ഷൻസ് ലൈവ് ആയിട്ട് വ്യത്യാസമുണ്ട്. അവിടെ നമുക്ക് ഈ സിംഗിൾ ലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ഐറ്റം വൈസ് ഇവാലുവേഷൻ യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷനിൽ നോ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ലൈവിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കോട്ടയത്ത് ഇന്നലെ കംപ്ലീറ്റ് ചെയ്തത് സിംഗിൾ ലോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ നമ്മൾ ഇവാലുവേഷൻ ഫിനാൻഷ്യൽ ഓപ്പണിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു ടെൻഡർ ഞാൻ എടുക്കുവാണ്. ഞാനിത് ഇപ്പം ഞാൻ ആ ഓപ്ഷൻ എടുക്കാൻ വേണ്ടി ലൈവ് സൈറ്റിലാണ് കയറിയത്. ഞാനത് ലൈവിൽ നിന്ന് ഇറങ്ങി ഡെമോയിലോട്ട് പോവാണ്. എവിടെയാണ് സ്ഥലം? എവിടെ? നോക്കാം. ബൈജു മ്യൂട്ട്.
അപ്പോൾ ഫിനാൻഷ്യൽ ഓപ്പണിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു ടെൻഡർ നമ്മൾ ഓപ്ഷനിലോട്ട് പോവുകയാണ്. ഞാൻ ഇന്നലെ ഓപ്ഷനിൽ പോകുന്ന കാണിച്ചു, എന്നാലും ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കാരണം ഓപ്ഷൻ്റെ ചില ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അത് അധികം സമയമൊന്നും എടുക്കത്തില്ല. ടെൻഡർ കം ഓപ്ഷൻ എടുക്കുക, നമ്മുടെ ടെൻഡർ ID ടൈപ്പ് ചെയ്യുക. നമ്മുടെ ലിസ്റ്റിൽ അധികം ഇല്ലെങ്കിൽ അത് തന്നെ ഫ്രണ്ടിൽ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി ലിസ്റ്റ് കിടക്കുന്നതുകൊണ്ട് ആ ടെൻഡർ ID കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലേ ടെൻഡർ കം ഓപ്ഷൻ 2021 72538_5. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഓപ്പണിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജിലുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ഓൾറെഡി ഞാൻ പബ്ലിഷ് ചെയ്യാൻ വിട്ടിട്ട് തിരിച്ചെടുത്താണ്. എന്നെ പബ്ലിഷ് ചെയ്യാനുള്ള സ്റ്റേജിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അതെടുത്ത് നമ്മൾ വ്യൂ എടുത്താൽ അതിൻ്റെ സ്റ്റേജുകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ക്ലോസിംഗ് ടൈം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നേരത്തെ ഇട്ടതുകൊണ്ടാണ് ഇവിടെ കാണുന്നത്. ഫ്രഷ് ഒരെണ്ണം ആണെങ്കിൽ ഈ സ്റ്റേജ് ഇത് കാണത്തില്ലായിരുന്നു. ഈ ഓപ്ഷൻ സ്റ്റാർട്ട് ഡേറ്റും ഓപ്ഷൻ എൻഡ് ഡേറ്റും ഇപ്പം നമ്മൾ ഒറിജിനലി പറഞ്ഞ് എടുക്കുവാണെങ്കിൽ കാണത്തില്ല. ഇത് ഞാൻ ഇട്ടിട്ട് തിരിച്ചെടുത്തുകൊണ്ടാണ് അത് വന്നത്. പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് തിരിച്ചെടുത്തതാ. പബ്ലിഷ് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ ഓപ്പണിംഗ് സാധനമുണ്ടോ നോക്കട്ടെ. അത് തന്നെ എടുക്കാം. ഓക്കെ, നമ്മൾ അതിൻ്റെ എഡിറ്റ് എടുക്കുക, അല്ലെങ്കിൽ അത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ അത് ആക്ഷൻ വരുമായിരിക്കും. ഇത് നമ്മൾ ഒരിക്കൽ ചെയ്തുകൊണ്ടാണ് എഡിറ്റ് ബട്ടൺ വന്നത്. മൾട്ടി ലോട്ട് ഓപ്ഷൻ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസ് എല്ലാം ആൾക്കാർ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ കോട്ട് ചെയ്ത എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളിപ്പോൾ H1 പോകുന്നതുകൊണ്ട് ഹയസ്റ്റ് വാല്യൂ മാത്രം ഇട്ട്, ആരൊക്കെയാണെന്ന് അറിയില്ല, ഓരോ ഐറ്റത്തിനും വന്നിട്ടുള്ള ഹയസ്റ്റ് വാല്യൂ ഇട്ട് ആ ഷെഡ്യൂൾ ആയിരിക്കും ഇവിടെ വരുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനുണ്ട്. അതിനകത്ത് നോക്കുക, ഫോർവേഡ് ഓപ്ഷനാണ്. നമ്മൾ H1 ടെംപ്ലേറ്റ് ആയതുകൊണ്ട് ഫോർവേഡ് ഓപ്ഷനാണ്. റിവേഴ്സ് ഓപ്ഷൻ കിട്ടത്തില്ല. റിവേഴ്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെൻഡർ പോലുള്ള നമ്മുടെ വർക്ക് പോലുള്ള കാര്യങ്ങൾക്ക് ലോവസ്റ്റിലോട്ട് പോകുന്നതിനാണ്. നമ്മൾ ഹയസ്റ്റിന്റെ ടെംപ്ലേറ്റ് എടുത്താൽ ചെയ്തുകൊണ്ട് ഫോർവേഡേ കിട്ടത്തുള്ളൂ. ബിഡർ നെയിം ഡിസ്പ്ലേ ആവത്തില്ല, മാസ്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഹൈഡ് മാത്രമേ പറ്റത്തുള്ളൂ. ഡെസിമൽ പ്ലേസ് നമ്മൾ അലോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. യെസ് കൊടുക്കുവാണെങ്കിൽ എത്ര ഡെസിമൽ എന്ന് പറയണം, നോ ആണെങ്കിൽ കൊടുക്കണ്ട. 1 രൂപയൊക്കെ നമുക്ക് റൗണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെറുതെ ഡെസിമൽ ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. ഇലാപ്സ് ടൈം ഇൻ മിനിറ്റ്സ്, അത് ഇന്നലെ ഞാൻ പറഞ്ഞു. നമ്മൾ ടെൻഡർ അല്ലെങ്കിൽ ഓപ്ഷൻ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് മൊമെന്റിൽ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ആരെങ്കിലും കയറി കോട്ട് ചെയ്താൽ, എന്ന് ചില ആൾക്കാർ ഇങ്ങനെ കാത്തിരുന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ വരുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ആ ടൈമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ വേണ്ടത് അവസാനത്തെ 10 മിനിറ്റിനുള്ളിൽ ആരെങ്കിലും കോട്ട് ചെയ്താൽ ഇത് 10 മിനിറ്റ് കൂടെ എക്സ്റ്റെൻഡ് ആവണം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടെ എക്സ്റ്റെൻഡ് ആവണം. അങ്ങനെയാണെങ്കിൽ ഇലാപ്സ് ടൈം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 10 മിനിറ്റ്, അതിനകത്ത് ആരെങ്കിലും കോട്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് 15 മിനിറ്റ് എക്സ്റ്റെൻഡ് ആവണം എന്നാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്.
ഈ രണ്ട് ടേമിലും എന്തെങ്കിലും വ്യത്യാസം സംശയമുള്ളവർ ഇപ്പോൾ ചോദിക്കുക. എലാപ്സ് ടൈം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം ആരെങ്കിലും കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പീരീഡിനുള്ളിലാണ് ഓട്ടോ എക്സ്റ്റൻഷൻ വേണ്ടത്. അവസാനത്തെ 10 മിനിറ്റ് ആണ് ആരെങ്കിലും കോട്ട് ചെയ്യുന്നതെങ്കിൽ അത് എത്ര മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം? ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 15 മിനിറ്റ് എക്സ്റ്റെൻഡ് ആവും. എവിടെ മുതൽ? നമ്മുടെ ഒറിജിനൽ ക്ലോസിംഗ് ടൈം മുതൽ. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്, ചിലപ്പോൾ ഓപ്ഷൻ മൊത്തത്തിലായിരിക്കത്തില്ല എക്സ്റ്റെൻഡ് ആവുന്നത്. ഏതെങ്കിലും ഒരു ഐറ്റത്തിനാണ് കോട്ട് വന്നതെങ്കിൽ ആ ഐറ്റം മാത്രമായിരിക്കും എക്സ്റ്റെൻഡ് ആവുന്നത്. അതുകൊണ്ട് ആ ഷെഡ്യൂളിൽ നമ്മൾ ആ ഓരോ ഐറ്റത്തിനും നമ്മൾ ഡേറ്റ് ചേർക്കുന്നുണ്ട്. അപ്പൊ ആ ഐറ്റത്തിന് മാത്രമായിരിക്കും എക്സ്റ്റൻഷൻ വരുന്നത്. ബാക്കി ഐറ്റം എല്ലാം അതിന്റെ ഒറിജിനൽ ടൈമിൽ എക്സ്പയർ ആയി പോകും, ഷെഡ്യൂളിനകത്ത് എങ്ങനെ ഉണ്ടെങ്കിലും. ഈ മൾട്ടി ഐറ്റം പ്രൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടി ഐറ്റം പ്രൈസ് ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നത് നമ്മുടെ ടെൻഡറിൽ വന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ അറിഞ്ഞില്ല. നമ്മൾ നേരത്തെ ഒരിക്കൽ സെറ്റ് ചെയ്ത് പോയതാണ്. ആക്ച്വലി ഇവിടെ ബ്ലാങ്ക് ഇങ്ങനെയാ വരുന്നത്. ഇവിടെ ഇത്രയും ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഈ ഷീറ്റ് നമുക്ക് ഡൗൺലോഡായി വരുന്നത്. ഇത് മൾട്ടി ലോട്ട് ടെംപ്ലേറ്റ് എന്നാണ് ഇത് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഷീറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അത് അങ്ങനെ തന്നെ എടുക്കാൻ പ്രൊവിഷൻ ഉണ്ട്. ഇത് ഞാൻ ഒരിക്കൽ അപ്ലോഡ് ചെയ്ത് പോയത് കൊണ്ടാണ് ഇവിടെ ഇത് കാണുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ ഇത് ഇവിടെ കാണത്തില്ല. ഈ ഒരു ഡൗൺലോഡ് മൾട്ടി ഓപ്ഷൻ ടെംപ്ലേറ്റ് ആയിരിക്കും വരുന്നത്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്ത് ഞാനിവിടെ സേവ് ചെയ്തോട്ടെ. ടെംപ്ലേറ്റ് നമ്പർ 5 ആ പേരിൽ സേവ് ചെയ്തു. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇത് ബ്ലാങ്ക് ആയിരിക്കും വരുന്നത്. ഇത് എന്തോ അവിടെ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോ ഐറ്റവും നമുക്ക് അതിൻ്റെ ഇൻക്രിമെന്റ് വാല്യൂവും ഓപ്ഷൻ സ്റ്റാർട്ട് ഡേറ്റും ഓപ്ഷൻ എൻഡ് ഡേറ്റും കൊടുക്കണം. ഈ ഇൻക്രിമെന്റ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് എത്രയാ ഇൻക്രിമെന്റ് വാല്യൂ വേണ്ടത്? നമ്മൾ 1 രൂപ കൊടുത്താൽ എല്ലാ റൗണ്ട് ഫിഗറിലും ചെയ്യാം. ഡെസിമൽസും വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു എന്നാ വിചാരിക്കുന്നത്. ഈ ഫിഗർ ലാസ്റ്റ് കോട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഫിഗർ ഒരു 2 ഡിജിറ്റ് ഫിഗറാണെന്ന് വയ്ക്കുക. 25,000 കോട്ട് ചെയ്ത് വന്നിരിക്കുന്ന റേറ്റ് 25.15 എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻക്രിമെന്റ് വാല്യൂ കോൺട്രാക്ടർ അല്ലെങ്കിൽ ബിഡർ എത്ര രൂപയുടെ മൾട്ടിപ്പിൾ വെച്ചാണ് ഇത് കൂട്ടേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ 10 രൂപ കൊടുക്കുകയാണെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഇനി കോട്ട് ചെയ്യാൻ പറ്റുന്ന തുക എന്ന് പറയുന്ന മിനിമം 25,010.15. ഈ 15 റിപ്പീറ്റ് ചെയ്യും. കാരണം ഈ കിടക്കുന്ന വാല്യൂയോട് മാത്രമേ ഇത് കൂട്ടാൻ പറ്റൂ. അപ്പോൾ ഓരോ തവണ കൂട്ടുമ്പോൾ ഈ 0.15 റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ എങ്ങാനും വരുന്ന കേസിൽ നമുക്ക് റൗണ്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എപ്പോഴും ഈ ഇൻക്രിമെന്റ് വാല്യൂവിന്റെ റൗണ്ട് ഫിഗറിലോട്ട് ഇതിനെ അങ്ങ് കറക്റ്റ് ചെയ്യുക. അതായിരിക്കും നല്ലത്. ഓൾറെഡി കോട്ട് ചെയ്ത എമൗണ്ട് ഇതിന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡെസിമൽ പ്ലേസിലോ ആണ് കിടക്കുന്നതെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും. കാരണം നമ്മൾ ഇനിഷ്യൽ ടെൻഡറിൽ നമ്മുടെ ബേസ് വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ചിലപ്പോൾ ആൾക്കാർ കോട്ട് ചെയ്യില്ല. കോട്ട് ചെയ്യുന്നത് താഴ്ത്തിയായിരിക്കും. ഒറിജിനൽ ബേസ് പ്രൈസിനെക്കാളും താഴ്ത്തിയായിരിക്കും കോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഗ്രാൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഡെലിഗേഷൻസ് ഉണ്ട്. അത്രയും താഴ്ത്തി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും കറക്റ്റ് ചെയ്ത് നമുക്ക് മറ്റേ വാല്യൂയിലോട്ട് കൊണ്ടുവരാം. അവർ കോട്ട് ചെയ്തത് കുറവാണെങ്കിലും നമ്മുടെ ബുക്ക് വാല്യൂയിലോട്ട് ഈ ഡാറ്റ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് കറക്റ്റ് ചെയ്യുന്നില്ല. ഈ 0.15 തന്നെ കിടന്നോട്ടെ. നമ്മൾ ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് എന്തോന്നുള്ളത് നമുക്കവിടെ കാണിക്കാം. 10 രൂപ എന്നുള്ള ഞാൻ എല്ലാത്തിനും 10 രൂപ തന്നെ കൊടുക്കാം. ഒരെണ്ണത്തിൽ മാത്രം ഞാൻ 5 രൂപ കൊടുക്കും. വേണ്ട, 3 രൂപ കൊടുക്കാം. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടേ ചെയ്യാൻ പറ്റും. 5 കൊടുത്തു കഴിഞ്ഞാൽ 5ഉം 10 ഒരേപോലെ വരും. ഓക്കെ,
3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിനൊരു ബുദ്ധിമുട്ട് വരാനായിട്ട് ഞാൻ ഇതിനെ 0.15 ഇട്ടിട്ടുണ്ട്, നമുക്കത് അറിയാനായിട്ട്. ഇനി ഓപ്ഷൻ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് ഈ സെഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് അതിന് കൊടുക്കുന്ന ടൈം 8/10/2021 സ്പേസ് ആ ഒരു ഫോർമാറ്റ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. DDMMYY ഈ കാണുന്ന എൻ്റെ മൗസ് പോയിന്ററിലും കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്ന സ്ഥലം നോക്കുക. ആ ഫോർമാറ്റ് വേണം ഈ ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ട്. അവിടെ ഇനി വേണ്ടത് അവേഴ്സും മിനിറ്റ്സും ആണ്. നമ്മളിപ്പോൾ ടൈം ആയിട്ടുള്ളത് 2:31 2:40 ഞാൻ കൊടുക്കാൻ പോവാണ്. 14:40 ക്ലോസ് ചെയ്യുന്ന ടൈം നമുക്ക് ഇതേ ഓപ്ഷൻ നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്ത് ഫുൾ ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ എടുക്കുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2:40 സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു 2:55 അതെ നമുക്ക് കാര്യം ചെയ്യും. 3 മണി കൊടുക്കാം അല്ലേ? 3 മണി. ഓക്കെ, 3 മണി ഇട്ടേക്കാം. ഇന്ന് 2:40 മുതൽ 3 മണി വരെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതെന്നറിയില്ല, നമ്മുടെ നമ്പർ ഓഫ് ഐറ്റം കൂടുന്നതനുസരിച്ച് ഈ ടൈം കൂട്ടി കൊടുക്കണം. കാരണം കോൺട്രാക്ടേഴ്സ് ഇത് ഓരോ ഐറ്റവും പ്രത്യേകമായിട്ടാണ് കോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഷെഡ്യൂൾ എടുത്തല്ല കോട്ട് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 15 3-5 കിടന്നോട്ടെ. ഞാൻ എല്ലാത്തിനും ഇപ്പോൾ ഒരേ ടൈം തന്നെയാണ് കൊടുക്കുന്നത്. ഇന്ന് 2:40, ഇന്ന് 3:05 അതാണ് ഞാൻ കൊടുക്കുന്ന ടൈം. ഞാൻ ഈ ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതെല്ലാം നമ്മുടെ സ്ഥിരം തിയറി തന്നെയാണ്. സേവ് ചെയ്യുന്നു. അവിടെ നിന്നോട്ടെ, ആവശ്യം വരും. അപ്പൊ ഈ മൾട്ടി ലോട്ട് ടെംപ്ലേറ്റിനെ നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ചെല്ലാം ഒരു ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ട്. അതിനെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ഈ ഒരു പോയിന്റ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത് കൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. അതിന് മാറിക്കോളും. ഇത് അപ്ലോഡ് ചെയ്യുക. സൈൻ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ അവിടെ ഇട്ട ഇൻപുട്ട് കൊടുത്ത സമയം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇന്ന് 2:40 ഇന്ന് 3:05 കൊടുത്തത്. ഞാൻ ഇതിനകത്ത് 3 മണിയെ കൊടുക്കുന്നുള്ളൂ എന്ന് നോക്കിയാൽ. 3:05 ഞാൻ ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം 3:05 ഞാൻ കൊടുത്തിരിക്കുന്നത്. 3:05 ഞാൻ ഷെഡ്യൂളിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഞാൻ ഓവറാൾ നമ്മുടെ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഓപ്ഷൻ എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ടൈം 3 മണിയാണ് കൊടുക്കാൻ പോകുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഇതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി ഓപ്ഷൻ 3 മണിക്ക് തീരുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഐറ്റം 3:05 പറഞ്ഞിരിക്കുന്നത്. അത് എററായിട്ട് വരും. ഓപ്ഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ കറണ്ട്. സോറി, അത് തെറ്റിയിട്ടുണ്ട്. നമ്മുടെ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇതാണ് 7 അല്ല 8 ആണ്. 8-ാം തീയതി 2:40. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഓപ്ഷൻ സ്റ്റാർട്ട് പ്രൈസ് ഷുഡ് നോട്ട് ഹാവ് ഡെസിമൽ വാല്യൂസ് അറ്റ് റോ. ഞാനൊരു 2 ഡെസിമൽ പ്ലേസസ് ആഡ് ചെയ്തിട്ടാണ് ഒരു വാല്യൂ അവിടെ ഇട്ടിരിക്കുന്നത്. അത് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ വാല്യൂ ഡെസിമൽ പ്ലേസ് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അത് അവിടെ പോയി കറക്റ്റ് ചെയ്ത് റൗണ്ട് ഫിഗർ ആക്കേണ്ടി വരും. അതാണ് യെസും നോയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്തപ്പോൾ ഇതിനകത്തൊരു ഡെസിമൽ വാല്യൂ ഉണ്ട്. അതേസമയം കോട്ട് ചെയ്യാനുള്ള പ്രൊവിഷനിൽ നമ്മൾ ചെയ്യുന്നിടത്ത് നോ ആണ് കൊടുത്തിരുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ഷെഡ്യൂളിൽ അത് പോയി കറക്റ്റ് ചെയ്യാനുള്ള മെസ്സേജാണ് വരുന്നത്. ഞാനിപ്പോൾ ഡെസിമൽ ഇട്ട് തന്നെ ചെയ്യാവുന്ന രീതിയിൽ ഞാനിവിടെ ചെയ്യുവാണ്. 2 ഡെസിമൽ പ്ലേസസ് കൊടുത്തു. ഒന്നുകൂടി ഇത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇതൊന്ന് പോയിട്ട് വന്നപ്പോഴേക്കും നമ്മൾ ഇട്ടിരുന്ന ഫിഗർ എല്ലാം മാറി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മളെല്ലാം ഓക്കെ ആണെന്ന് വെച്ച് പോകണ്ട. 2.55 തന്നെ കിടന്നോട്ടെ. ഇനി ഒരു മാക്സിമം സീൽ പെർസെൻറ്റേജ്, ഇതും ഒരു പരിധിവരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ 50% കൂടുതൽ പെട്ടെന്ന് ഒരാളെ എക്സോർബിറ്റൻ്റ് ആയിട്ട് കൂട്ടരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് വെക്കുന്നത്.
ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഒരാൾ ഭയങ്കര ഹൈ ആയിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ബ്ലോക്ക് ചെയ്യും, ആ റേറ്റ് എടുക്കത്തില്ല. നമ്മൾ ഈ ഒരു റൂൾ സെറ്റ് ചെയ്ത് അയാൾ ആ റൂളിനകത്ത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു വലിയ എമൗണ്ട് കയറി കോട്ട് ചെയ്തതിനെ കുളവാക്കാൻ നോക്കിയാൽ അയാളെ സിസ്റ്റം ബ്ലോക്ക് ചെയ്യും. അയാൾക്ക് പിന്നെ ആ ഐറ്റം കോട്ട് ചെയ്യാൻ പറ്റില്ല. അയാളുടെ ആ റേറ്റും, ആ ഹൈ കോട്ട് ചെയ്ത റേറ്റും എടുക്കത്തില്ല. അതാണ് ഈ 50% തന്നെ വേണം നിർബന്ധമില്ല. 0 to 100% നമുക്ക് വയ്ക്കാം. 100% വെച്ചാൽ ഡബിൾ വരെ ആക്കാം, ഡബിളിനേക്കാളും കൂട്ടാൻ പറ്റത്തില്ല. 50 എന്ന് വെച്ചാൽ പകുതി കൂടെ കൂട്ടാം. അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, നെക്സ്റ്റ് ഇപ്പൊ പറയുന്ന എറർ എന്ന് പറയുന്നത് ഞാൻ ആ സെറ്റ് ചെയ്തിരുന്നതാണ്. കാരണം ലോട്ട് എൻ ഡേറ്റ് ഷുഡ് ബി ലോട്ട് എൻ ഡേറ്റ്. ലോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഷെഡ്യൂളിൽ കിടക്കുന്ന എൻ ഡേറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദ ഓപ്ഷൻ എൻ ഡേറ്റ്. നമ്മുടെ ഓപ്ഷന് ഓവറോൾ കൊടുത്തിരിക്കുന്ന ടൈം 3 മണിയാണ്. ആ 3 മണിക്ക് അകത്തായിരിക്കണം നമ്മുടെ ഷെഡ്യൂളിലുള്ള ടൈം. ആക്ച്വലി ഇത് ഷെഡ്യൂളിലാണ് പോയി കറക്റ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഈ ടൈമും കറക്റ്റ് ചെയ്യുന്നു. വീണ്ടും ഇതെല്ലാം പോയി. ഓരോ തവണ ചെയ്യുമ്പോഴും അത് പോകുന്നുണ്ട്. ഡെമോയിലാണ് അത്, ലൈവിൽ അങ്ങനെ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇപ്പോൾ എററൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. ആർക്കെങ്കിലും വേണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ചാറ്റ് ബോക്സിൽ എന്തോ അവിടെ കൊണ്ടുവന്നായിരുന്നു. പ്ലീസ് സ്റ്റാർട്ട് ഫ്രം BOQ ക്രിയേഷൻ. അത് ഞാൻ സമയം കിട്ടുമെങ്കിൽ ഞാൻ ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അത് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഒരല്പസമയം എടുക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യുന്നു. ഇത് നമുക്ക് ഓപ്ഷൻ ഇത്രയാണ്. ഇതാണ് എൻ്റെ ഹയസ്റ്റ് വാല്യൂ. ഇമേജസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മളത് സെൻഡ് ടു പബ്ലിഷ് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് സെൻഡ് ടു പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ എടുത്തൊന്നുകൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2021 NIC 72538_5 ഇതാണ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ. 2:40 മുമ്പേ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ നമുക്കത് പിന്നെ മാറ്റേണ്ടി വരും. 2:40 ആയോമില്ല. ഓക്കെ, പബ്ലിഷ് ഓപ്ഷൻ എടുക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടത്. ഇത് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ ലൈവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ലൈവ് ഓപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെയ്ത വാല്യൂസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പബ്ലിഷ് കൊടുത്തു. അത് ഓൾറെഡി പബ്ലിഷ്ഡ് ആയി. 2:40 ആകുമ്പോഴേക്കും ഇത് ലൈവായിട്ട് വരും. ദീപ്തിലാലെ ലോഗിൻ ആയിരിക്കുകയാണ് കോൺട്രാക്ടർ. അപ്പോൾ ഒരു കോൺട്രാക്ടർ ഇപ്പോൾ ലോഗിനായി നിൽക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവും. ഒന്ന് ഷെയർ ചെയ്യോ? ഞാൻ ക്ലോസ് ചെയ്യാം. ഒരു കോൺട്രാക്ട് ലെവലിൽ ഒരാൾ ലോഗിൻ ആവുമ്പോൾ അയാൾ ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഞാൻ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റാറ്റസ് ലൈവായിട്ടുള്ള വ്യൂ ഡിപ്പാർട്ട്മെന്റിൽ, ഞാൻ ഇത് ഡിപ്പാർട്ട്മെന്റ് സ്ക്രീനാണ് കാണിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ കാണുന്നത് വ്യൂ ലൈവ് ഓപ്ഷൻ ഉണ്ട്. ഇതെടുക്കുമ്പോഴേക്കും ഇത് ഞാനിപ്പോൾ നമ്മൾ ഇട്ട സാധനമല്ല. ലൈവ് ഓപ്ഷൻ ലൈവ് ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ കാണുന്നില്ല. 2:40 ആവുമ്പോഴേ അതിവിടെ വരത്തുള്ളൂ. അത് കാണിച്ചിട്ട് എന്നിട്ട് കാണിക്കാം. 2:40 ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ എടുത്താൽ വരേണ്ടതാണ്. ഇപ്പൊ ഇത് 2 വന്നിട്ടുണ്ട്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് യൂസറാണ് ഈ നിൽക്കുന്നത്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇപ്പൊ ഈ ഓപ്ഷന് വെച്ചിട്ടുള്ളത്. അതിന്റെ ബിഡ് ഹിസ്റ്ററി നോക്കിയാൽ ഇപ്പൊ തൽക്കാലം ഇവിടെ ഒന്നും കാണത്തില്ല. ആരും ഒന്നും കോട്ട് ചെയ്തിട്ടില്ല. അതിന്റെ ടൈമൊക്കെ ഇവിടെ ഉണ്ടാവും. ഏതെങ്കിലും ഐറ്റം സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. സസ്പെൻഷൻ നമുക്ക് പിന്നെ നോക്കാം. ഒറിജിനൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാവും. വാല്യൂസ് ഇടയ്ക്കിടയ്ക്ക് മാറുന്ന റേറ്റ് ഇവിടെ ഡിസ്പ്ലേ ആവും. ഈ H1 റേറ്റിന്റെ താഴെ ലൈവായിട്ട് ഡിസ്പ്ലേ ആവും. അത് ചിലപ്പോൾ ഓട്ടോ അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു റിഫ്രഷ് കൊടുക്കേണ്ടി വരും.
ഇപ്പൊ ആരും ഇതിനകത്ത് കോട്ട് ചെയ്യാത്തതുകൊണ്ടൊന്നും കാണിക്കുന്നില്ല. ഇനി ലൈവ് ഓപ്ഷന്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ഇതെടുത്ത് നോക്കിയാൽ ആ ഒരു ഐറ്റം മാത്രം, ആ ഒരു ഐറ്റത്തിന്റെ കറണ്ട് പ്രൈസ്, H1 നെയിം ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും കാണത്തില്ല. ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത ടൈം, ലാസ്റ്റ് സബ്മിറ്റ് ചെയ്ത ടൈം, ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ ID എന്നാണ് ഈ കാണുന്നത്. ഓപ്ഷൻ എക്സ്റ്റെൻഡ്, ആരെങ്കിലും ലാസ്റ്റ് മൊമെന്റിലാണ് ചെയ്തതെങ്കിൽ ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ ആ ഇൻഫർമേഷൻ കാണും. സ്റ്റാർട്ട് പ്രൈസ് എത്രയായിരുന്നു, ഇൻക്രിമെന്റൽ വാല്യൂ എത്രയാണ്, ഈ വാല്യൂ, ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇതാണ് ഡിപ്പാർട്ട്മെന്റൽ വ്യൂ നിന്ന് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഞാൻ ഈ ഷെയറിംഗ് ക്ലോസ് ചെയ്തിട്ട് ഒരു കോൺട്രാക്ട് ലെവലിലുള്ള ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. കിട്ടേ കൊടുത്തോ? ഒന്നില്ല. യെസ്. അപ്പൊ ആ ഒരു വ്യൂ ലൈവ് ഓപ്ഷൻ ഒരു കോൺട്രാക്ടർ കൊടുക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഇപ്പം ആ ആൾ കോട്ട് ചെയ്തിട്ടുള്ള ബിഡ് കോട്ട് ചെയ്തിട്ടുള്ള അയാൾ കോട്ട് ചെയ്തിട്ടുള്ള മാത്രമേ കാണിക്കത്തുള്ളൂ, ആ ഓഫീസിലുള്ളതും കാണിക്കത്തില്ല. ഈ രണ്ടിലും ഇയാൾ കോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് കാണിക്കുന്നത്. വ്യൂ ലൈവ് ഓപ്ഷൻ മൾട്ടി ഐറ്റം ആണ് കാണുന്നത്. സിംഗിൾ ഐറ്റം ആണെങ്കിൽ മുകളിലേ കാണത്തുള്ളൂ. ഓക്കെ, ആ അടി രണ്ടാമത് നടക്കുന്നത് _5 ഇതാണ് ആ ഒരു കോൺട്രാക്ട് ലെവലിൽ നമ്മൾ കണ്ടതിന് ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ് അതും കാണുന്നത്. ഇതിന് ഓരോ ഐറ്റം ആയിട്ട് എടുത്ത ആൾ കോട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് ഐറ്റം കൂടുന്നതനുസരിച്ച് ആ ഓപ്ഷൻ ടൈമും കൂടെ നേരത്തെ കൂട്ടി കൊടുക്കണം. കോട്ടയത്ത് ചെയ്ത എടപ്പാൾ PA. ഓക്കെ, അപ്പോൾ ഓരോ ഐറ്റവും ആ കോൺട്രാക്ട് എടുത്ത് കോട്ട് ചെയ്യേണ്ടി വരും. അത്രയും സമയം നമ്മൾ കൊടുക്കുക. കോട്ടയത്ത് ചെയ്ത ടെൻഡറിനകത്ത് 100-ലധികം ഐറ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 2 ദിവസം കൊടുത്തിരുന്നു. അത് നമ്മൾ മുന്നിൽ കണ്ടു വേണം ഈ ഐറ്റംസ് നമ്മൾ ചെയ്യാനായിട്ട്. ദീപ്തി അതൊന്ന് ചെയ്യൂ, ഒരെണ്ണം കോട്ട് ചെയ്യൂ. ആ വ്യൂ എടുത്താൽ അതിന്റെ സ്റ്റാർട്ട് പ്രൈസും കാര്യങ്ങളെ കാണത്തുള്ളൂ. ഒന്ന് എടുത്തേ. ക്ലിക്ക് ആയില്ല, ആയോ? വ്യൂ എടുത്താൽ തൽക്കാലം വ്യൂ എടുത്താൽ ഒന്നില്ല. ഒന്നില്ല, ഒന്നാ അല്ല, ഷെയർ സ്ക്രീനാണോ കൊടുത്തത്, ആ ഒരു ഇതാണ് കൊടുത്തത്, ടാബാണോ കൊടുത്തത്? ഷെയർ സ്ക്രീൻ കൊടുക്കേ, എൻ്റെ സ്ക്രീൻ ക്ലോസ് ചെയ്തിട്ടേ, ആദ്യം ക്ലോസ് ചെയ്തു, സ്റ്റോപ്പ് ഷെയറിങ്, എന്നിട്ട് ഷെയർ എൻ്റെ സ്ക്രീൻ കൊടുക്കുക. ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് സൈഡ് ടോപ്പ് കാണും. ഓക്കെ, ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ അയാൾ ആ വ്യൂ മാത്രമാണ്, ആ ഒരു ഐറ്റം നമ്പർ 1 ആണ്, ഐറ്റം കോഡ് 1 ആണ്. ഐറ്റം കോഡ് 1 ആ സ്പെഷ്യൽ ആ ഐറ്റത്തിന്റെ പേരുണ്ട്, ടൈമുണ്ട്, നോ റെക്കോർഡ്സ് ഫൗണ്ട്. അതിനകത്ത് ഒരു വാല്യൂ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഓപ്ഷന്റെ വാല്യൂസ് ഒന്നും അവിടെ കാണിക്കുന്നില്ല. അത് ക്ലോസ് ചെയ്യും. അതിൽ ഒരെണ്ണം ആ ഒരു ഹാമർ കാണുന്നുണ്ട്, അതുവഴിയാണ് കോൺട്രാക്ടർ ഐറ്റം കോട്ട് ചെയ്യേണ്ടത്. ആ ഹാമർ ഒന്ന് ഓപ്പൺ ചെയ്ത് ഓരോ എൻട്രിയും DSC വഴിയേ പോകാൻ പറ്റത്തുള്ളൂ. അതാണ് റണ്ണായത്. ഓക്കെ, ഇപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് ആ ഒരു ഐറ്റമാണ് ഓപ്പൺ ആയി നിൽക്കുന്നത്. നമ്മൾ 16 ഐറ്റത്തിൽ ഒരു ഐറ്റമാണ് ഓപ്പൺ ആയി നിൽക്കുന്നത്. അതിന്റെ സ്റ്റാർട്ട് പ്രൈസ് 25,000.15. ഞാൻ ആ 0.15 ബോധപൂർവ്വം ഇട്ടതാണ്. അതിന്റെ ഇൻക്രിമെന്റ് പ്രൈസ് 10 ആണ്. 5 ആണ് അതിന്റെ എന്തുവാ ഇലാപ്സ് ടൈം. അതിപ്പം വാലിഡ് അല്ല, കാരണം നമ്മളെ ക്ലോസിംഗ് ടൈമിലെ പ്രശ്നം വരത്തുള്ളൂ. ബാക്കിയെല്ലാം കാണുന്നുണ്ട്. ആരും അതിനകത്ത് കോട്ട് ചെയ്തിട്ടില്ല, നോട്ട് കോട്ടഡ് എന്നുള്ളതാണ് കാണുന്നത്. മൈ ലേറ്റസ്റ്റ് വാല്യൂ നോട്ട് കോട്ടഡ് ആണ് കാണുന്നത്. ഓരോ തവണയും അത് റിഫ്രഷ് ചെയ്ത് നോക്കേണ്ടിയും വരും. ഇതിനകത്തൊരു വാല്യൂ കൊടുക്കാം. ദീപ്തി അതിന് നമ്മൾ സ്യൂട്ടബിൾ അല്ലാത്തൊരു വാല്യൂ കൊടുത്തേ, 25,100 കൊടുത്തേ. ഓക്കെ, അത് 5ന്റെ മൾട്ടിപ്പിൾ തന്നെ, അല്ല 10ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അത് കൊടുത്തു നോക്കി, അത് സൈൻ ചെയ്യും.
വന്നായിരുന്നോ? ഒന്ന് റിഫ്രഷ് ചെയ്തേ, സബ്മിറ്റ് ചെയ്തെങ്കിൽ. എന്താ എറർ വന്നാൽ? എറർ വന്നു, ഒരു എറർ വന്നിട്ടുണ്ട്. എന്താണ്? യുവർ കോട്ടഡ് പ്രൈസ് റുപ്പീസ് ഷുഡ് ബി ഇൻ മൾട്ടിപ്പിൾ ഓഫ് ഇൻക്രിമെന്റ് പ്രൈസ് ആൻഡ് ഗ്രേറ്റർ ദാൻ കറണ്ട് പ്രൈസ്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ കറണ്ട് പ്രൈസ് ആണ്, പക്ഷെ 10 രൂപ കൂടെ കൂട്ടിയാൽ പോരാ, ആ 0.15 അതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നാലേ പറ്റൂ, അതിന്റെ കൂടെ കൂട്ടാൻ പറ്റൂ. അപ്പൊ അതിനകത്ത് 25,100.15 എന്ന് അടിച്ചു നോക്കിയേ. ആ ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല ഇത്, പക്ഷെ എന്താ സംഭവിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കോൺട്രാക്ടർ സൈഡിലുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ അത് സബ്മിറ്റ് ചെയ്ത് നോക്കിയേ. ഇപ്പൊ ആ വാല്യൂ എടുത്തു, കാരണം ആ 0.15 അവിടെ കിടക്കുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എല്ലാ വാല്യൂവിന്റെയും കൂടെ ആ ഒരു 0.15 റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ മൾട്ടി ലോട്ട് ടെംപ്ലേറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂവിൽ വേണ്ട കറക്ഷൻ ഇതിനനുസരിച്ച് നമ്മുടെ ഇൻക്രിമെന്റ് വാല്യൂവിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് റൗണ്ട് ഫിഗർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പൊ തിരിച്ചിറങ്ങിയിട്ട് ബാക്ക് ഇറങ്ങിയിട്ട് അടുത്ത ഐറ്റം നോക്കി. ഇപ്പൊ അത് 33,000 ആണ് അതിനകത്തുള്ള സ്റ്റാർട്ട് പ്രൈസ്. 10 റുപ്പീസ് ആണ് ഇൻക്രിമെന്റ് പ്രൈസ്. കോട്ട് ചെയ്തു. അതവിടെ നിന്നോട്ടെ. ഇപ്പൊ ഞാൻ ആ ഒന്ന് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യൂ. ഇപ്പൊ ദീപ്തിലാല് ഒരാളിന്റെ പേരിൽ 2 ഐറ്റം കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു കോൺട്രാക്ട് ലെവലിൽ അത് ലോഗിനായി നോക്കുകയാണ്. പാരലായിട്ട് നമ്മുടെ ബിഡിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഓപ്ഷനിൽ പങ്കെടുക്കുന്ന ഒരു കോൺട്രാക്ടർ, അയാൾ എന്ത് കാണുന്നു നോക്കാം. ഇത് 2 വാല്യൂ കോട്ട് ചെയ്തിരിക്കുന്നത് വേറൊരു കോൺട്രാക്ടറാണ്. അയാൾ കാണുന്നത് ഇപ്പൊ ഇങ്ങനെയാണ്. ഒരു റിഫ്രഷ് കൊടുത്താലേ അപ്ഡേറ്റ് ചെയ്ത് വരത്തുള്ളൂ. 2 വാല്യൂ ആരോ കോട്ട് ചെയ്തിരിക്കുന്നു. ഇത് എൻ്റെ വാല്യൂ അല്ല, മൈ ലേറ്റസ്റ്റ് വാല്യൂ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ വേറൊരു H1 റേറ്റ് എന്ന് പറയുന്നത് വേറെ ആരോ കോട്ട് ചെയ്ത്, ആരാണെന്ന് ആർക്കും അറിയില്ല, ഡിപ്പാർട്ട്മെന്റിനും അറിയില്ല. ഈ ആരോ ഇവിടെ കോട്ട് ചെയ്തു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനിത് ഇത് ഞാനാണ് ഓപ്പറേറ്റ് ചെയ്ത്, ഇപ്പൊ കാണുന്ന സ്ക്രീൻ ഞാനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഓൾറെഡി എല്ലാ ഐറ്റത്തിനും ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഐറ്റം ഒരാൾ കോട്ട് ചെയ്തത് കൊണ്ട് ഇതിന്റെ മുകളിൽ എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുവാണ്. ഈ രണ്ടാമത്തെ ഐറ്റം പെട്ടെന്ന് ഞാൻ ആ ഐറ്റം മാറ്റി ചെയ്യുവാണ്. ഇപ്പൊ ആ ഐറ്റം മാത്രം എടുത്തു. 34,500 ആണ് ആ വാല്യൂ. ഞാൻ മാറ്റുന്നു. ഇതിന്റെ എററൊന്നും വരുത്താത്ത രീതിയിൽ ഞാൻ മാറ്റുവാണ്. 35,000 ആക്കുവാണ്. സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും അത് 35,000 ആയിട്ട് മാറും. ഇനി ഞാൻ ബാക്ക് വന്നാൽ ഇതിനകത്ത് ഇപ്പൊ എന്റെ വാല്യൂ 35,000 ആണെന്ന് ഇപ്പൊ എനിക്കറിയാം. ഞാനാണ് കോട്ട് ചെയ്തിരിക്കുന്ന ഹൈസ്റ്റ് എന്നുള്ളത്. മറ്റേല് ഞാനല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ച് വാല്യൂ ദീപ്തി കണ്ടിന്യൂസ് ആയിട്ട് കുറെ ചെയ്യും, കുറെ ഐറ്റംസ് ഞാൻ ചെയ്യാം. അപ്പൊ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഈ സ്റ്റേജിൽ എങ്ങനെ കാണുന്നു. ലൈവ് ഓപ്ഷൻ ആയതുകൊണ്ട് എനിക്ക് പല സ്ഥിതി കാണിക്കേണ്ടി വരുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെന്ത് കാണുന്നു നോക്കാം. ഇനി ഞാൻ കാണിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആണ്. നമ്മുടെ ഓഫീസിൽ നിന്ന് കയറുമ്പോൾ എന്താ കാണുന്നത് നോക്കാം. ഇത് റിഫ്രഷ് കൊടുത്താൽ ഇപ്പൊ ഇതിനകത്ത് ഏതൊക്കെ ഐറ്റത്തിലേക്കാണ് കോട്ട് വന്നിട്ടുള്ളത്, ഏതാണ് എന്റെ ലേറ്റസ്റ്റ് പ്രൈസ്. ഇതിന്റെ ഒന്നും ആരുടെയും പേരോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഈ വ്യൂ എടുത്ത് നോക്കിയാലും പേരറിയാൻ പറ്റത്തില്ല. അതിനകത്തൊരു കോട്ട് വന്നിട്ടുണ്ടെന്ന് മാത്രമേ അറിയാൻ പറ്റൂ. ഈ ഒരു ഹാമർ ബട്ടൺ എടുത്താലും ആ ഒരു ഇൻഡിവിജ്വൽ ഐറ്റം കറണ്ട് പ്രൈസ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്നാണ് നോക്കുന്നത്. ഇവിടെ കാണിക്കേണ്ടതാണ്. ലൈവ് സൈറ്റിൽ കാണിക്കും, ഇതിനകത്ത് കാണിക്കുന്നില്ല. കറണ്ട് പ്രൈസും H1 നെയിം വരില്ല, സബ്മിഷനും എൻഡിങ് ആയിട്ടുള്ള ഡേറ്റ് വരും. ഇത് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഓരോരുത്തരും കോട്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. മൂന്നാമത്തെ അല്ലാത്തൊരു ഐറ്റം കോട്ട് ചെയ്യും.
ആരാ കോട്ട് ചെയ്യുന്നുള്ള ധാരണ ആർക്കും കിട്ടത്തില്ല. അത് ലാസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അതും റിഫ്രഷ് കൊടുത്താൽ മാത്രമേ വരത്തുള്ളൂ. 12 ദീതി ഇപ്പൊ ഏതാ കോട്ട് ചെയ്യാൻ പോകുന്നത്? ഏതാ കോട്ട് ചെയ്യാൻ പോകുന്നത്? അഞ്ചാമത്തെ അല്ലേ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഇനി 5ാമത്തെ ഐറ്റം എടുക്കുന്നു. അതിനകത്ത് ആരും കോട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ 5ാമത്തെ ഐറ്റം ഒരാളിപ്പോ കോട്ട് ചെയ്യും. ഇൻഡിവിജ്വൽ ആയിട്ടും ഡിസ്പ്ലേ ചെയ്യും, ഫുൾ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. കറണ്ട് പ്രൈസ് ഇവിടെ കാണിക്കുന്നില്ല, ഡെമോ ആയതുകൊണ്ട് കാണിക്കാത്ത. ആക്ച്വലി ഇവിടെ കാണിക്കേണ്ടതാണ്. ഓവറോൾ നമ്മുടെ കൺസോളിഡേറ്റ് വ്യൂവിൽ അത് കാണുന്നുണ്ട്. ഓരോരുത്തരുടെയും കോട്ട് ഇങ്ങനെ താഴോട്ട് കാണിക്കുന്നുണ്ട്. 3410, 3100 ആയിരുന്നു, 3410 അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഉണ്ട്. അതിനിടയിൽ മാറ്റി കുറെ കോട്ട് ചെയ്യും. നമുക്ക് അതിന്റെ കൺസോൾട്ടേഷൻ എടുക്കാൻ വേണ്ടി എല്ലാം കോട്ട്. ഞാനും പാരലായിട്ട് 2 കോൺട്രാക്ട് ആയിട്ട് ചെയ്യുവാണ്. ഞാൻ ഈ ഒരു കോൺട്രാക്ട് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ കാണേണ്ട കാര്യമില്ല എന്നുകൊണ്ട് ഞാൻ കോൺട്രാക്ട് വ്യൂ കാണിക്കാം. ഇപ്പോ ഞാനിപ്പോ നിൽക്കുന്ന കോൺട്രാക്ട് 11 ഐറ്റം മാത്രമേ കോട്ട് ചെയ്തിട്ടുള്ളൂ. ഈ മൾട്ടി ലോട്ട് ആയതുകൊണ്ട് അയാൾക്ക് 16 ഐറ്റത്തിൽ 11 മാത്രമേ കോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കോൺട്രാക്ട് അവിടെ എത്ര ഉണ്ട് ദീപ്തിനകത്ത്? എത്ര ഐറ്റം ഉണ്ട്? 16 ഉണ്ടോ? ഒരു സംശയം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഈ മൈ ലേറ്റസ്റ്റ് വാല്യൂല് ഇപ്പം ഇനീഷ്യലി സബ്മിറ്റ് ചെയ്ത BOQല് കോൺട്രാക്ടർ ഒരു വാല്യൂ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അതെന്തുകൊണ്ട് ഇതിൽ ഡിസ്പ്ലേ ചെയ്യാത്തെ? ഏതാ? ചില ഓപ്ഷനില് ഈ പിന്നെ ഓൺലൈൻ ഓപ്ഷനില് വാല്യൂസ് വരൂല. ഇനീഷ്യൽ BOQല് പക്ഷെങ്കിൽ അവര് അത് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് ഈ ഇത് ഫൈനലൈസ് ആവുക. അപ്പൊ മൈ ലേറ്റസ്റ്റ് വാല്യൂല് എന്തുകൊണ്ടാണ് അത് ഡിസ്പ്ലേ ആവാത്തെ? മൈ ലേറ്റസ്റ്റ് വാല്യൂ ഇത് ഓപ്ഷൻ വാല്യൂ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഓപ്ഷനിൽ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ മാത്രമേ കാണിക്കത്തുള്ളൂ. മറ്റേ ഹയസ്റ്റ് വാല്യൂ വന്നിട്ടുണ്ടല്ലോ, അത് നമുക്ക് അറിയാമല്ലോ. നമ്മളാണോ കോട്ട് ചെയ്തത്? നമ്മുടെ ഷെഡ്യൂൾ നമ്മുടെ തന്നെ ഇരിക്കുമല്ലേ. ഹയസ്റ്റ് വാല്യൂ എന്തായാലും കാണുന്നുണ്ടല്ലോ അതിനകത്ത്. അത് നമ്മുടെ വാല്യൂ ആണോ ഇല്ലയോ നമുക്ക് തന്നെ അറിയാമല്ലോ. ആ എക്സൽ നമ്മൾ തന്നെയല്ലേ അപ്ലോഡ് ചെയ്തത് നേരത്തെ. ആരുടെയാന്ന് ഇവിടെ കാണുന്നത് ഓപ്ഷനകത്ത് വന്ന എൻട്രീസ് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. നമ്മളൊരു ഹയസ്റ്റ് വാല്യൂ മൾട്ടി ലോട്ട് ടെംപ്ലേറ്റ് എടുത്തപ്പോൾ അതിനകത്തൊരു ഹയസ്റ്റ് വാല്യൂ വന്നിട്ടുണ്ടല്ലോ. അത് എൻ്റെ ആണോ വേറൊരാളുടെ ആണോ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അത് തന്നെയാണല്ലോ നമ്മൾ ഈ എടുക്കുമ്പോൾ കാണുന്ന ഈ കാണുന്ന ബിഡർ വാല്യൂ. ഇതല്ല നമ്മൾ ഈ ഒരു ഹാമർ എടുക്കുമ്പോൾ കാണുന്ന ഈ സ്റ്റാർട്ട് പ്രൈസ്. ഈ സ്റ്റാർട്ട് പ്രൈസ് കാണുമ്പോൾ അറിയാമല്ലോ ഇത് ഞാനാണോ കോട്ട് ചെയ്ത് വേറെ ആളാണോ കോട്ട് ചെയ്തെന്നുള്ളത്. അതവിടെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. എന്റേതല്ലെങ്കിൽ വേറെ ആരും ഒരാൾ കോട്ട് ചെയ്തു. അവിടെ എൻ്റെ വാല്യൂവിന് ഒരു പ്രസക്തി ഇല്ലല്ലോ. സ്റ്റാർട്ട് പ്രൈസ് ഇതല്ലെങ്കിൽ എൻ്റെ വാല്യൂവിനകത്ത് ഒരു പ്രസക്തി ഇല്ല. ഈ സ്റ്റാർട്ട് പ്രൈസ് നമ്മള് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളുടെ ബേസ് വാല്യൂ ഇട്ട് കഴിഞ്ഞാല് അതിൽ പിന്നെ ആരും കോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒറിജിനലി ഏതെങ്കിലും കുറച്ച് ലോവർ ആയിട്ട് കോട്ട് ചെയ്ത ഒരാളെ സെലക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകൂലേ? അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നോൺ ഫിഗർ ചെയ്യുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ ആ സാധനം അതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. നമ്മൾ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. ആയിട്ട് ആരും കോട്ട് ചെയ്യുന്നില്ല, ബേസ് വാല്യൂ കുറവാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. അയാൾ കോട്ട് ചെയ്ത എമൗണ്ട് കുറവാണെങ്കിൽ ആ ഒരു കൊറിജന്റ് വിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കൊറിജന്റ് ഇതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല, കാരണം 5 മിനിറ്റേ ഉള്ളൂ.
സസ്പെൻഡ് ചെയ്ത് നിർത്താനേ പറ്റത്തുള്ളൂ. ഇടപ്പാള് പ്രശ്നം ഉണ്ടാക്കി, ആരിസ് കോട്ടയത്തും പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കേട്ടോ. അതില് റേറ്റ് കോളത്തിന് എമൗണ്ട് കോട്ട് ചെയ്ത വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, അങ്ങനെ കോട്ട് ചെയ്തിട്ട് അത് പുള്ളിയെ ബ്ലോക്ക് ചെയ്തു. എക്സോർബിറ്റന്റ് ആയിട്ട് കോട്ട് ചെയ്തുകൊണ്ട് പുള്ളിയെ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ആ വാല്യൂ എടുത്തില്ല. നമ്മളെ കോട്ട് ചെയ്യുന്ന എമൗണ്ടിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് മുകളിൽ കാണിക്കും. കാണുന്ന എറർ അതായിരുന്നു. യുവർ കോട്ടഡ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റുപ്പീസ്. നമ്മുടെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഹൈസ്റ്റിനേക്കാളും കൂടുതലേ കോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഇത് എക്സ്റ്റെൻഡ് ആയിട്ടില്ല. 3:05 നമ്മുടെ ക്ലോസിംഗ് ടൈം. 3 മണി മുതൽ 3:05 വരെയുള്ള ടൈമിൽ ആരെങ്കിലും കോട്ട് ചെയ്താൽ ആ ഐറ്റം മാത്രം എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ ഈ ഒരു വാല്യൂ വേറൊരാളുടെ വാല്യൂ ആണ് ഹയസ്റ്റ് കിടന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെന്ന് തോന്നി. ഞാൻ ആ എമൗണ്ട് പിന്നെയും കൂട്ടി. അപ്പോഴേക്കും അത് മൈ വാല്യൂവിൽ വന്നു. നമ്മുടെ വാല്യൂയും കാണും, ഹയസ്റ്റ് വാല്യൂയും കാണും. അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ദീപ്തി അതൊന്ന് ഷെയർ ചെയ്യുമോ? കാരണം എന്താ പറയുമോ, ഇതിൽ 11 ഐറ്റേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് ചെയ്തിട്ടില്ല. ഓക്കെ, ചെയ്തോ. ആദ്യത്തെ 11 ഒരു സംശയം കൂടി. പറഞ്ഞോ. ഇതില് അവര് റേറ്റിലേ കോട്ട് ചെയ്യുന്നത്. അതെ. പക്ഷേങ്കില് പിന്നെ വിൻഡോയില് വരുമ്പോ പ്രൈസ് ആണല്ലോ കാണിക്കുന്നത്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്ത പ്രൈസ് ആണോ പിന്നെ ഓപ്ഷനിലോട്ടേക്ക് പോകുന്നത്? ഇല്ലല്ലോ, പ്രൈസ് അല്ലല്ലോ കാണിക്കുന്നത്. ഇതല്ലേ റേറ്റ് അല്ലേ കാണിക്കുന്നത്. റേറ്റ് വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ. ഇത് നമ്മൾ ഐറ്റം വൈസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺട്രാക്ടിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ്. സിംഗിൾ ലോട്ട് ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് വരും. DOQ മൾട്ടിപ്ലൈങ് ഓപ്ഷൻ വെച്ചിട്ട് ഒരു ടോട്ടൽ വരാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ അതിൽ കൊടുക്കുന്നില്ലേ? ഉണ്ട്. ഞാൻ ഇന്നലെ ആ BOQ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. സമയം കിട്ടുമെങ്കിൽ ഒന്നുകൂടെ പറയാം. അപ്പോഴേ അത് മൾട്ടിപ്ലൈ ചെയ്ത എമൗണ്ട് അല്ല ഇപ്പം വരുന്നത്. അല്ല, ഇത് റേറ്റ് നമുക്ക് റേറ്റ് കോൺട്രാക്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു ഓവറാൾ എത്ര രൂപയാവും എന്നറിയാൻ മാത്രമാണ് നമ്മൾ അതിനകത്ത് ഷെഡ്യൂളിനകത്ത് ആ മൾട്ടിപ്ലിക്കേഷൻ ഇട്ടത്. അത് ഈ ഓപ്ഷനിൽ അത് റിഫ്ലക്ട് ആവത്തില്ല. ഈ റേറ്റ് ചിലപ്പോ 38-48 എല്ലായിരിക്കും വരുക. അപ്പൊ ഈ 100 ഒന്നും നമുക്ക് ഇൻക്രിമെന്റ് വേണ്ട. നിങ്ങൾ 1 രൂപ ഇട്ടോളൂ. 1 രൂപ ഇട്ടാ പ്രശ്നമില്ലല്ലോ. റൗണ്ട് ഫിഗർ അതൊക്കെ അവരവരുടെ കൺവീനിയൻസിന് ഇട്ടോളൂ, കുഴപ്പമില്ല. ഞാൻ ആ ഓപ്ഷൻസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവിടെ കോൺട്രാക്ട് കോട്ട് ചെയ്തോട്ടെ. ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റൽ ഡിസ്പ്ലേ എന്താണെന്ന് ഞാൻ പറയാം. അതൊന്ന് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാം. കോട്ടിങ് കണ്ടിന്യൂ ചെയ്യേ. ഓക്കെ, ഇതിപ്പോ ഡിപ്പാർട്ട്മെന്റിൽ കാണുന്നതാണ് ആ ഐറ്റം. ഇനിയും 4 ഐറ്റം ആരൊക്കെയോ ആരും കോട്ട് ചെയ്യാതുണ്ട്. അത് അവിടെ ചെയ്യാൻ പറ്റുള്ളേ. അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അവസാനത്തെ 4 ഐറ്റം. കാരണം ഒന്നാമത്തെ കോൺട്രാക്ട് 11 ഐറ്റമേ ചെയ്തിട്ടുള്ളൂ. 12 തൊട്ട് 16 ഉള്ളൂ. 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ ഇപ്പൊ 3 മണി ആയി കഴിഞ്ഞു. ഇനി നമുക്കറിയാം അതിന്റെ എക്സ്റ്റൻഷൻ ചിലപ്പോൾ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ വരും. ഓപ്ഷൻ എൻ ഡേറ്റ് നോക്കുക. ഇതിനകത്ത് നമ്മൾ ആ ഷെഡ്യൂളിനകത്ത് ഫിക്സ് ചെയ്ത ടൈമാണ് കാണുന്നത്. ഇതിനകത്തുള്ള ടൈം ഇപ്പൊ മാറും. ഇനിയിപ്പോൾ ആരെങ്കിലും കോട്ട് ചെയ്താൽ മാറും. 3 മണി ആയതുകൊണ്ട് 3:05 1 മിനിറ്റ് കൂടി കഴിഞ്ഞാലേ മാറത്തുള്ളായിരിക്കും.
ഒരാഴ്ച രണ്ട് സിസ്റ്റം ദീപ. പറഞ്ഞോ ദീപ പറഞ്ഞു. ഞാനത് മ്യൂട്ട് ചെയ്തതാ. തിരിച്ച് അൺമ്യൂട്ട് ചെയ്തു. ഒരൈറ്റം ആരും കോട്ട് ചെയ്യാതെ വെക്കണേ. അതെങ്ങനെയാന്ന് വരിക എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ചെയ്താ ദീപ്തി? അതിനകത്ത് ഒന്നുമില്ല. നമ്മൾ ഷെഡ്യൂളിൽ ഒരു റേറ്റ് കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഫൈനലായിട്ട് മാറും. അതൊന്ന് കാണാൻ വേണ്ടിട്ടാ. ഒരെണ്ണം ആരും കോട്ട് ചെയ്യാതെ 16 ചെയ്യണ്ടേ? 16 ചെയ്യണ്ട. വേണ്ട, നമുക്ക് ഇട്ടുതരാം. അവസാനത്തെ 12 തൊട്ട് 16 ഇനി എത്ര ചെയ്യാനുള്ളത് നോക്കട്ടെ. എല്ലാം ചെയ്യണ്ട. ഓക്കെ, അവസാനത്തെ 3 ഐറ്റം ചെയ്തിട്ടില്ല. ഓക്കെ, 14, 15, 16 നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ 3 ഇപ്പൊ നോക്കിയാൽ അറിയാം. ഇത് ഒരെണ്ണം 10 മിനിറ്റ് എക്സ്റ്റെൻഡ് ആയി. ഇനി 3:10 കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3:05 എന്നുള്ളത് 3:10 മാറ്റി. പക്ഷെ അതേസമയം ബാക്കി ഐറ്റംസ് നോക്കിയാൽ 3:05 ക്ലോസ് ആവും. അപ്പൊ അത് എങ്ങനെയാ ഒരു കോൺട്രാക്ട് കാണുന്നത് നോക്കാം. ഏതാ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോ 3:05 വരെയുള്ള ഒരു ഐറ്റം ഞാൻ ഇപ്പൊ ഒന്ന് കോട്ട് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് വാല്യൂ വന്നില്ലേ? ഇതിന്റെ ക്ലോസിംഗ് ടൈം ശരിക്കും 3:05 ആണ്. ഞാനിപ്പോ ഒരു വാല്യൂ ടൈപ്പ് ചെയ്യാണ്. 33,100. സബ്മിറ്റ് കൊടുത്താൽ 33,100 വരുന്നില്ല. 33 സോറി 34,500 കാണിക്കുന്നത്. 34,550. അപ്പൊ ഇതിനാവശ്യമുള്ള സമയം കൊടുക്കണം. ഇല്ലെങ്കിൽ ഹറിബറി ആയി പോകും. നമ്മുടെ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് ഇത് പോകത്തില്ല. ഇപ്പൊ അത് ഓട്ടോ എക്സ്റ്റെൻഡ് അപ് ടു 3:10 ആയി കഴിഞ്ഞു. 3:05 ആയിരുന്ന സാധനം അത് 3:10 ആയി. ഇനി 3:05 ആവുമ്പോൾ കോൺട്രാക്ട് എങ്ങനെ കാണുമെന്ന് നോക്കാം. 3:05 ആയിട്ടില്ല, 3:03 ആയിട്ടുള്ളൂ. റിഫ്രഷ് ബട്ടൺ പക്ഷേ കൊടുത്താലേ അപ്ഡേറ്റ് ആവത്തുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി വരത്തില്ല. ഒരു 2 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 3:05 വരെ ഇങ്ങനെ കണ്ടിന്യൂ. ദീപ്തി കണ്ടിന്യൂ കേട്ടോ. അവസാനത്തെ 3 ഐറ്റം ഒഴികെയുള്ളതേ കിട്ടോ. ഈ എക്സ്റ്റെൻഡ് ചെയ്ത ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് വീണ്ടും കോട്ട് ചെയ്യുമ്പോൾ ഫർദർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകത്തില്ലേ? എക്സ്റ്റെൻഡ് ചെയ്യും. അതിന് മാക്സിമം ലിമിറ്റ് എങ്ങാണ്ട് 10 ഉണ്ട്. അത് സിസ്റ്റം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. 10 എക്സ്റ്റൻഷൻ എങ്ങാണ്ട് സംഭവിക്കും. ഇപ്പൊ അത് ഞാനിപ്പോ ഒരെണ്ണം കോട്ട് ചെയ്തപ്പോൾ അത് വീണ്ടും 3:10 ആ ഐറ്റം മാത്രം മാറി. നോക്കി അറിയാം. ഈ ഒരു ഐറ്റവും 3:10 ആണ്. ബാക്കിയെല്ലാം 3:05 എൻഡ് ചെയ്യും. 3:05 കഴിഞ്ഞാൽ കോട്ട് ചെയ്യല്ലേ ദീപ്തി? 3:05 കഴിഞ്ഞ് ചെയ്ത്. ഈ 10 എക്സ്റ്റൻഷൻസ് എന്നുള്ളത് എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഇത് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മാറ്റാം. അത് 10 എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. 10 എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. 10 തവണ എക്സ്റ്റെൻഡ് ആവുന്നു. അത് എത്ര എണ്ണം വേണമെന്ന് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ പറയാം. അത് NICയോട് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് അത്ര എണ്ണമായിട്ട് സെറ്റ് ചെയ്ത് തരും. നമ്മുടെ ഇപ്പോ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ഒക്കെ എത്ര ദിവസവും നമ്മൾ സെറ്റ് ചെയ്യും. അതൊക്കെ നമ്മുടെ ഡിഫോൾട്ട് ഡിപ്പാർട്ട്മെന്റ് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നതാണ്. ആ ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ആയിട്ടുണ്ട്. ഞാനത് റിഫ്രഷ് കൊടുക്കുകയാണ്. റിഫ്രഷ് കൊടുക്കുമ്പോഴേക്കും ഇപ്പോ കട്ടായി പോയിരുന്നു. ഇപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ 3:05 കഴിഞ്ഞു. 3:05 കഴിയുമ്പോഴേക്കും
2 ഐറ്റം മാത്രമേ ഉള്ളൂ. 11 ഐറ്റം കോട്ട് ചെയ്തുകൊണ്ടിരുന്ന കോൺട്രാക്ട് ഇപ്പോൾ 2 ഐറ്റം മാത്രം, ആ എക്സ്റ്റൻഡ് ഐറ്റം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ നോക്കിയാൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. റിഫ്രഷ് കൊടുത്താൽ അവിടെയും ലൈവ് ആയിട്ടുള്ള ഐറ്റം മാത്രമേ കാണൂ. നമ്മൾ ലൈവ് വ്യൂ ആണ് കാണുന്നത്. ലൈവ് ഐറ്റം മാത്രമേ അവിടെ കാണത്തുള്ളൂ. 3:10 നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് കൊറിജൻഡംസ് അതൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. ഇതിപ്പോ നമ്മുടെ ബാക്കിയെല്ലാം ഐറ്റം ക്ലോസ് ആയി. ക്രിയേറ്റ് ഓപ്ഷൻ കൊറിജൻഡം. ഇപ്പൊ നോക്കുക, കുറെ ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ തീരാത്ത ഐറ്റംസ് ഏതാണ് ചെയ്തൊക്കെ? ഏതായിട്ടാണ് നിൽക്കുന്നത്? ഇപ്പം ഐറ്റം 7ഉം 9ഉം അല്ലേ? ഇപ്പൊ 7ഉം 9ഉം നോക്കിയാൽ ഇപ്പൊ ലൈവ് ആണ്. അതിനകത്ത് വരുന്ന കൊറിജൻഡം എന്ന് പറഞ്ഞാൽ അത് തൽക്കാലം നിർത്തി വെക്കാൻ പറ്റും. കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കാൻ പറ്റുന്ന കൊറിജൻഡമാണ്. അതൊരു നിർത്തി വെക്കാനായിട്ട് സാധാരണ ഒരു കൊറിജൻഡ് ഇടുമ്പോൾ ഒരു നോട്ടീസ് ഇട്ട് ചെയ്യാനേ ഉള്ളൂ. അതല്ലാതെ മറ്റ് ഐറ്റം നോക്കാം. നമ്മൾ ഓൾറെഡി എക്സ്പയർ ആയ ഐറ്റംസ്, എക്സ്പയർ ആയ ഐറ്റം നോക്കാം. എക്സ്പയർ ആയ ഒരു ഐറ്റം, ഇത് എക്സ്പയർ ആയതാണ്. അതിനകത്ത് കൊറിജൻഡം ഒന്നും ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ടൈം കഴിഞ്ഞു. 3:05 കഴിഞ്ഞാൽ പിന്നെ കൊറിജൻഡം അതിനകത്ത് ഇടാൻ പറ്റത്തില്ല. ലൈവായിട്ടുള്ള ഒരു ഓപ്ഷനിലാണെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. സസ്പെൻഡ്, എക്സ്റ്റെൻഡും ഉണ്ടാവും. ഇതിനകത്ത് ഓൾറെഡി ടൈം കഴിഞ്ഞു പോയാൽ അത് ഉണ്ടാവത്തില്ല. ഇപ്പോ ഈ ഒരു ലൈവായിട്ട് നിൽക്കുന്ന വേറൊരു ടെൻഡർ ഞാൻ കാണിക്കാം. ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, വേറെ ലൈവായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ എന്തൊക്കെ കൊറിജൻഡം ഉണ്ടെന്ന് നോക്കാം. ലൈവാണ് ഇപ്പോൾ അത്. കൊറിജൻഡം ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല ഞാൻ. ഇതിനകത്ത് 3 ഐറ്റം ഇപ്പൊ ലൈവായിട്ട് നിൽപ്പുണ്ട്. ഈ 3 ഐറ്റത്തിനെയും ഓരോന്നായിട്ട് നമുക്ക് കൊറിജൻഡം ഇടാൻ പറ്റും. ഇപ്പോൾ ഓരോന്നിനെയും നമുക്ക് എക്സ്റ്റൻഷൻ എന്തെങ്കിലും ഇടാൻ പറ്റും. ഈ സ്റ്റീൽ എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റിസ്യൂം ഓപ്ഷൻ, അത് ഓൾറെഡി സസ്പെൻഡ് ചെയ്തതാണെന്ന് തോന്നുന്നു. സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. നേരത്തെ ചെയ്തതാണ്, ഞാൻ ഓർക്കുന്നില്ല അതിലെന്താണ് ചെയ്തതെന്നുള്ളത്. ഇത് കാണുന്നില്ലല്ലേ? പബ്ലിഷ് ഉണ്ടായിരുന്ന ഇതിനകത്ത് നോക്കിയാൽ അറിയാം. സസ്പെൻഡും എക്സ്റ്റെൻഡ്, അത് ലൈവായിട്ടുള്ള അത് മാത്രമുണ്ട്. ബാക്കി സസ്പെൻഡ് ആയിരുന്നു. എക്സ്റ്റെൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഐറ്റത്തിന്റെ ടൈം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സാധാരണ നമ്മൾ ടൈറ്റിൽ കൊടുത്തു, ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നതല്ല, അത് ക്ലോസ് ആവും. 3:10 2 ഐറ്റം ഉള്ളത് മാത്രം ക്ലോസ് ആവും. ഇത് വേറൊരെണ്ണം ആ കൊറിജൻഡം ഓപ്ഷൻസ് കാണിക്കാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. സാധാരണ കൊറിജൻഡം ചെയ്യുന്ന പ്രൊസീജിയർ ആണ്, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ആ ടൈം മാത്രം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സെൻഡ് ടു പബ്ലിഷ് കൊടുക്കുക, ആ കൊറിജൻഡം പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് കൊറിജൻഡം എടുക്കുക, പബ്ലിഷ് ഓപ്ഷൻ കൊറിജൻഡം. സാധാരണ കൊറിജൻഡം അല്ല, ഓപ്ഷൻ കൊറിജൻഡം ആണ്. പബ്ലിഷ് ചെയ്യുക. ഈ ഒരു ടൈമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് 6:30 ആക്കിയതാണ്. അത് പബ്ലിഷ് ചെയ്യുക. ഇനി ആ ഓപ്ഷനിലോട്ട് പോയാൽ ഈ ഒരു ഐറ്റം മാത്രം, നമ്മളിപ്പോൾ ചെയ്ത ഒരു ഐറ്റത്തിന് മാത്രമാണ് ചെയ്തത്. ആ ഒരു ഐറ്റം മാത്രം 6:30 വരെ ഉണ്ടാവും.
മറ്റ് ഐറ്റംസ് എല്ലാം കാണത്തില്ല. സസ്പെൻഡഡ് ലോട്ട്സ് നോക്കിയാൽ 2 ഐറ്റം നേരത്തെ കൊറിജൻഡം കൊടുത്ത് സസ്പെൻഡ് ചെയ്ത ടെൻഡറാണിത്. അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്, ആ ഐറ്റത്തിലൊന്നും ചെയ്യാൻ പറ്റാത്തത്. നേരത്തെ ഉള്ള ട്രെയിനിങ്ങിൽ ഞാനിത് യൂസ് ചെയ്ത സസ്പെൻഷൻ കൊടുത്തിരുന്നു. ഇതൊരു എററും വന്നിരുന്നു, കാരണം ഡെമോയിൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് ആയിരിക്കത്തില്ല വരുന്നത്. ഏതാ നമ്മൾ സസ്പെൻഡ് ചെയ്ത് നിർത്തി. ഈ 2 ഐറ്റം സസ്പെൻഡഡ് ആയിരുന്നു, അതിനെ നമുക്ക് റിവോക്ക് ചെയ്യാനുള്ള കൊറിജൻഡമാണിത്. ഞാൻ ഓൾറെഡി നേരത്തെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടതാണ്. നെക്സ്റ്റ് കൊടുക്കുക. ആ ടൈം എന്ന് പറയുന്നത് ഏതാ, ഓൾറെഡി കൊടുത്തിരിക്കുന്ന ടൈം വരെയെങ്കിലും കൊടുക്കേണ്ടി വരും. നമുക്ക് സസ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെ? സസ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല, കാരണം നമുക്ക് നമ്മുടെ ഓപ്ഷൻ നടക്കുന്ന സ്റ്റേജിൽ ഏതെങ്കിലും ഒരു ഐറ്റം പറ്റാതെ വരികയോ എന്താണ് സാഹചര്യം എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ കൊള്ളാം, ഏത് സാഹചര്യത്തിലായിരിക്കും നമ്മൾ ഓപ്ഷൻ നടക്കുന്ന ടൈമിൽ ഒരെണ്ണം മാറ്റി വയ്ക്കേണ്ടി വരുന്നത്. ഉള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ടെൻഡർ ഇട്ടപ്പോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻ ടൈം വന്നപ്പോഴേക്കും ആ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയോ ഒരു എന്താ പറയുക ഒരു ഡിസ്പ്യൂട്ട് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷനകത്തുണ്ട്, നമുക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കാനായിട്ട്. പിന്നെ അത് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ ലൈവ് ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ, ഞാനിപ്പോൾ ഒരെണ്ണം സസ്പെൻഡ് ചെയ്തിരുന്നത് തിരിച്ചെടുത്തു. നേരത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ, ആ സസ്പെൻഷൻ തിരിച്ചെടുത്തപ്പോഴേക്കും അത് 2 ഐറ്റമായിട്ട് മാറി. സസ്പെൻഡഡ് ലോട്ട് നോക്കുമ്പോൾ ഇനി അതിനകത്ത് 1 ഉള്ളൂ. നേരത്തെ 3 ഐറ്റം ഉണ്ടായിരുന്നു, ഞാൻ രാവിലെ അത് 2 എണ്ണം സസ്പെൻഡഡ് ആക്കി നിർത്തിയിരിക്കുമായിരുന്നു. ഇപ്പൊ അത് ഒരെണ്ണം റിവോക്ക് ചെയ്തു. റിവോക്ക് ചെയ്തപ്പോഴേക്കും ഇപ്പൊ ഈ ആ ഐറ്റം ഇവിടെ മുതൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ. അപ്പൊ 3:10 കഴിഞ്ഞു. നമ്മുടെ ഒറിജിനൽ ഇതിന്റെ ക്ലോസിങ്ങും കഴിഞ്ഞു. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഓപ്ഷന്റെ ടൈം കഴിഞ്ഞു. ഇനിയിപ്പോ വ്യൂ ലൈവ് ഓപ്ഷൻ എടുത്താൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഓപ്ഷൻ ഇതിന്റെ നമ്പർ 5 ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അതിവിടെ കാണത്തില്ല. ഇത് പിന്നീട് അവസാനിക്കുന്ന ഒരു ഓപ്ഷൻ ആണ്, അതുകൊണ്ട് ഇതിനകത്ത് വരത്തില്ല. അത് ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ഓപ്ഷൻ പ്രോസസ്സ് ലൈവ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ടർക്ക് അവൈലബിൾ ആവുന്നത് അത് കഴിഞ്ഞു എന്നായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. കോൺട്രാക്ടർക്ക് നമ്മുടെ വ്യൂ എടുക്കുമ്പോഴേക്കും അവിടെ ലൈവ് ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത് ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് വ്യൂ ലൈവ് ഓപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസ് ഓപ്ഷൻ. അത് അപ്പം തന്നെ ചെയ്യണമെന്നില്ല, ആ ടൈം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾ അവരിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി രാത്രിയൊക്കെ ആയി നമ്മൾ അതിന്റെ പുറകെ ഓടിച്ചിട്ട് തന്നെ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേറെ ആക്ഷനും ഇല്ല. നമ്മൾ ആ ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള എൻട്രി മാത്രമാണ്. ഫ്രീസ് ഓപ്ഷൻ പിന്നീട് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് എന്ന് വെച്ചാൽ ഒരുപാട് താമസിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സൗകര്യത്തിന് ഓഫീസിൽ വന്നിട്ട് ചെയ്താൽ മതിയാവും. ഈ എക്സ്റ്റൻഷൻ എപ്പോൾ തീരുമെന്ന് നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റത്തില്ല. 10 എക്സ്റ്റൻഷൻ ഉള്ളത് നമുക്ക് പറയാം, 5 മിനിറ്റ് വെച്ച് 10 വരത്തുള്ളൂ നമുക്ക് അറിയാം. ഓക്കെ, അല്ലാതെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പിടിക്കേണ്ട, പിന്നീട് വന്ന് ചെയ്താൽ മതിയാവും. ഇത് ചെയ്യേണ്ടുന്ന നമ്പർ എന്ന് പറയൂ. ആ ടെൻഡർ ഏതായിരുന്നു? ഓക്കെ, ഇപ്പോൾ ഫ്രീസിലോട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. ഫ്രീസ് ചെയ്യാനാണ് പോകുന്നത്. വ്യൂ ലൈവ് ഓപ്ഷൻ കഴിഞ്ഞു, ലൈവ് ഓപ്ഷൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. ആക്ഷനിലോട്ട് പോവാണ്, ഫ്രീസ് ചെയ്യുവാണ്. ഫ്രീസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നോക്കാം. 16 ഐറ്റം ഉണ്ടായിരുന്നു, ആൾക്കാർ കോട്ട് ചെയ്ത് 13 ഐറ്റമാണ്. നമ്മൾ 3 എണ്ണം ബോധപൂർവം തന്നെ നമ്മൾ
പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ ഐറ്റം ആണെന്നുള്ള ഇവിടെ കാണും. ഈ ഐറ്റം 3 ആരും കോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതിൻ്റെ ടെൻഡർ വാല്യൂ അവിടെ ഉണ്ടാവും. പാർട്ടിസിപ്പേറ്റഡ് ഐറ്റംസ് 13 ആണ്. അതൊന്നും ഹൈപ്പർ ലിങ്ക്ഡ് അല്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഐറ്റംസ് ഇവിടെ ഹൈപ്പർ ലിങ്ക്ഡ് ആണ്. ഇവിടെ വെച്ച് നമുക്ക് BOQ ജനറേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് ഇനി കോട്ട് ചെയ്യുന്നത്. കാരണം ഇത് ഫ്രീസ് ആവാൻ പോവുകയാണ്. ഇനി ആർക്കും അതിനകത്ത് വാല്യൂ ഇടാൻ പറ്റത്തില്ല. നമ്മളെ ടൈം കഴിഞ്ഞാൽ ആർക്കും അതിനകത്ത് എൻട്രി ഇടാൻ പറ്റത്തില്ല. BOQ കമ്പാരിറ്റീവ് ചാർട്ട് വാസ് ജനറേറ്റഡ്. ആ കമ്പാരിറ്റീവ് ചാർട്ട് ഓപ്പൺ ആക്കുക, സേവ് ചെയ്യുക. എന്നിട്ട് അതിനെ ഓപ്ഷൻ ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്യാൻ വേറെ ആക്ഷൻ ഒന്നുമില്ല. ആക്ച്വലി ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഫ്രീസ് ഓപ്ഷൻ കൊടുക്കുക, അതങ്ങ് ഡിസപ്പിയർ ആവും. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് നമ്മളിവിടെ കൊടുത്താലും ഇനി കാണത്തില്ല. അവിടെ കാണത്തില്ല. ഇനി ഓപ്ഷൻ ഹിസ്റ്ററി എടുത്താൽ അവിടെ ഉണ്ടാവും. അവിടെ ഇല്ല. അവിടെ കാണേണ്ടതാണ്. ഡെമോയിൽ 1-2 എറേഴ്സ് നമ്മൾ ഇന്ന് രാവിലെ ചെയ്തപ്പോൾ കണ്ടായിരുന്നു. പക്ഷെ അത് ജനറേറ്റ് നോക്കിയിട്ട് കിട്ടുന്നില്ല. ഓപ്ഷൻ അത് വരുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഞാൻ ആ നമ്പർ അല്ല ടൈപ്പ് ചെയ്തത്. അണ്ടർസ്കോർ ഇല്ലാതെ ടൈപ്പ് ചെയ്തപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ആ BOQ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അതിന്റെ ഹയസ്റ്റ് വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. വ്യൂ ഹിസ്റ്ററി അത് ലൈവിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളത് ഫ്രീസ് ചെയ്തു. ഫ്രീസ് ചെയ്ത ആ ഷെഡ്യൂൾ ഞാൻ എടുക്കുവാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്തതിന് ശേഷം എടുത്ത ഷെഡ്യൂൾ. ഇതല്ല. ഞാൻ ഇപ്പൊ ഒരെണ്ണം BOQ ഡൗൺലോഡ് കണ്ടില്ലായിരുന്നോ? ഈ നമ്മൾ ഫ്രീസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു ഫ്രീസ് എടുത്തല്ലോ, ജനറേറ്റ് BOQ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു BOQ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് എനിക്ക് ഒന്നുകൂടെ അത് തന്നെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. വേറെ ഏതെങ്കിലും കിടക്കുന്ന കാണിച്ചു തരാം. ഇവിടെ ഉണ്ടാവുമല്ലോ വ്യൂ ഓവറോൾ BOQ കമ്പാരിറ്റീവ് ചാർട്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഞാനിപ്പോൾ സേവ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഓപ്ഷൻ അല്ല, ഇത് വേറെ ഏതോ ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ ആ എക്സൽ സേവ് ചെയ്തതാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? അത് സേവ് ചെയ്തതാണ്. സേവ് ചെയ്ത എക്സൽ ഫയലാണ് ഞാനിവിടെ എടുത്തത്. ഈ കാണുന്ന ഈ പേരിലാണ് ഞാൻ സേവ് ചെയ്തത്. മൾട്ടി ലോട്ട് ഓപ്ഷൻ ടെംപ്ലേറ്റ് 5 എന്നാണ് ഞാൻ സേവ് ചെയ്തത്. അതിനാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് ആ മൾട്ടി ലോട്ട് ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തത്. ഇതല്ല, ടെംപ്ലേറ്റ് അല്ലല്ലോ, BOQ ചാർട്ടായിരുന്നു. BOQ കമ്പാരിറ്റീവ് ചാർട്ട് 5. യെസ്, ഇതാണ് നമ്മൾ ഈ ഒരു 16 ഏതാ ആയില്ലേ? ആയില്ലല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് BOQ കമ്പാരിറ്റീവ് ചാർട്ട് നമ്പർ 5 എന്നാണ് ഞാൻ സേവ് ചെയ്തത് എക്സലില്. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന കണ്ടായിരുന്നല്ലോ അല്ലേ? ഒരാളിപ്പോൾ ഡൗട്ട് ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആ BOQ കമ്പാരിറ്റീവ് ചാർട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന കണ്ടു കാണുമല്ലോ അമൃത്? ഓക്കെ. അപ്പൊ ആ കമ്പാരിറ്റീവ് ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കുന്നു. അതിനകത്ത് കുറച്ച് ഈ മൾട്ടി ലോട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു 4 ഷീറ്റ് വരുന്നത്. സിംഗിൾ ലോട്ട് ആണെങ്കിൽ ഇത്രയും ഷീറ്റ് വരത്തില്ല. കാരണം ടോട്ടൽ എമൗണ്ട് മാത്രം കമ്പയർ ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട്. ഈ ഷീറ്റിൽ കാണുന്നത് നമ്മൾ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്ന ഐറ്റം, ക്വാണ്ടിറ്റി, യൂണിറ്റ്, ഐറ്റം കോഡ് ആ ഷെഡ്യൂളിന്റെ പാർട്ടാണ്. നമുക്കറിയാം BOQ പ്രിപ്പയർ ചെയ്യുമ്പോൾ വരുന്നതാണ്. ഈ കാണുന്ന ഓക്കെ, ഈ ടെൻഡർ എന്ന് പറയുന്നതും ടെസ്റ്റ് കോൺട്രാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോൺട്രാക്ടർ യൂസറാണ്. ഈ 2 കോൺട്രാക്ടേഴ്സുമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മത്സരിച്ച് കോട്ട് ചെയ്തത്. ഈ 2 കോൺട്രാക്ടേഴ്സിന്റെ പേരിൽ കോട്ട് ചെയ്തിരിക്കുന്ന ടെൻഡർ വാല്യൂസ് ആണ് ഈ കാണുന്നത്. ഈ വാല്യൂ. കാരണം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരേ BOQ പേര് മാത്രം മാറ്റി ചെയ്തുകൊണ്ട് 2 പേർക്ക് ഈക്വൽ വാല്യൂ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഷെഡ്യൂളിൽ ഞാൻ ആ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് ഇയാൾ ഇത്രയും ഐറ്റം 11 മുതലുള്ള ഐറ്റം ഒന്നാമത്തെ ആൾ കോട്ട് ചെയ്തിട്ടേ ഇല്ല, അയാൾ ഒഴിവാക്കി. അതുകൊണ്ടാണ് അവിടെ TR കാണിക്കുന്നത്. TR എന്ന് വെച്ചാൽ ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായിരിക്കും?
റിജക്റ്റഡ് ആയിരിക്കും, ടെൻഡർ റിജക്റ്റഡ് എന്നുള്ളതായിരിക്കും. അയാൾ അത് റിജക്ട് ചെയ്തു, അയാൾ അത് കോട്ട് ചെയ്തില്ല. മൾട്ടി ലോട്ടി മാത്രമാണ് ഈ ഒരു പ്രൊവിഷൻ കിട്ടുന്നത്, ആ പോർഷൻ അവർ റിജക്ട് ചെയ്തു. ടെൻഡർ റേറ്റ് എന്നാണോ? ടെൻഡർ റേറ്റ് എന്നല്ല, കാരണം അയാൾ അത് കോട്ട് ചെയ്തിട്ടില്ല. ടെൻഡറിൽ തന്നെ അയാൾ ഇത്ര ഐറ്റം കോട്ട് ചെയ്തിട്ടില്ല. ടെൻഡർ റേറ്റ് ഈ ടെൻഡർ റേറ്റ് ആക്ച്വലി ഇതാണ്, ഈ കോളത്തിൽ കാണുന്ന എല്ലാം ടെൻഡർ റേറ്റ് ആണ്. ടെൻഡർ ഇട്ടപ്പോൾ ഉള്ള റേറ്റ് ആണ് ഈ ഫസ്റ്റ് വരുന്ന പാർട്ടിൽ. നെക്സ്റ്റ് നമ്മുടെ ഈ വരുന്ന H1 എന്ന് പറയുന്നത് ടെൻഡറിനെ ബേസ് ചെയ്തിട്ട് ഇവിടം വരെയുള്ള ഐറ്റം എല്ലാം ടെൻഡറിനെ ബേസ് ചെയ്തിട്ടാണ്. ടെൻഡറിനെ ബേസ് ചെയ്തിട്ട് H1 ഹയസ്റ്റ് ആരാണ്, അത് 25,000 ആണ്. ആരാണ്? രണ്ടുപേരുടെ പേരും ഉണ്ട്, ഈ ടെൻഡർ എന്നുള്ള പേരിലും ഉണ്ട്, ടെസ്റ്റ് കോൺട്രാക്ട്, രണ്ടുപേരും ഒരേ റേറ്റ് ആണ് കോട്ട് ചെയ്തത്. രണ്ടുപേരും ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റത്തിന്റെയും ഹയസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് കോട്ട് ചെയ്യാൻ പഠിച്ച് രണ്ടിന്റെയും ഞാൻ ഒരേ വാല്യൂ തന്നെയാണ് ഇവിടെ കോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ നമുക്ക് ഇവിടെ അറിയാൻ പറ്റാത്തത്. ഒരേ ഷെഡ്യൂളിനെ എക്സലിനെ പേര് മാത്രം മാറ്റിയിട്ടത്. ഓക്കെ, അതുകൊണ്ട് എല്ലാത്തിനും രണ്ടുപേരുടെ പേരും വരുന്നുണ്ട്. സാധാരണ നിലയ്ക്ക് ഏതാണോ ഹയസ്റ്റ് ആ പേര് മാത്രമേ ഈ കോളത്തിൽ വരത്തുള്ളൂ. ഈ കേസിൽ രണ്ട് ഈക്വൽ ആയതുകൊണ്ടാണ് രണ്ടുപേരുടെ പേര് ഇവിടെ വന്നത്. അത് ടെൻഡറിന്റെ പാർട്ടാണ്, ടെൻഡർ ചെയ്യുന്നവരെ. H1 H2 വന്നില്ല, കാരണം രണ്ട് ഈക്വൽ ആയിട്ട് H1 H2 അല്ല S2 S3 ഒന്നും വരാത്തത്. S2 S3 വന്നേനെ, അല്ല S2 വന്നേനെ, അത് രണ്ടും രണ്ട് വാല്യൂ ആയിരുന്നെങ്കിൽ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് ഓപ്ഷന്റെ വാല്യൂ കാണുന്നത്. ഓപ്ഷന്റെ വാല്യൂ കാണുമ്പോൾ ഓപ്ഷനിൽ വന്നപ്പോൾ H1 ആരാണ്, എത്രയാണ്, ഓവറാൾ H1 ഓവറാൾ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനും ടെൻഡറും കൂടെ കൂട്ടിയിട്ട് ഹയസ്റ്റ് ഏതാണ്, അത് 25,115. അത് ഏത് കോൺട്രാക്ടറാണ്, അത് ഇവിടെയും കൂടെ നോക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദീപ പറഞ്ഞ പോലെ നമ്മുടെ ലാസ്റ്റ് കോട്ട് ചെയ്യാത്ത എന്തായി നോക്കാം. കോട്ട് ചെയ്യാത്ത ഐറ്റത്തിന് ടെൻഡറിൽ ഒന്നാമത്തെ കോൺട്രാക്ടർ കോട്ട് ചെയ്തിട്ടേ ഇല്ല, രണ്ടാമത്തെ കോൺട്രാക്ടർ കോട്ട് ചെയ്തു. രണ്ടാമത്തെ കോൺട്രാക്ടർ അത് കോട്ട് ചെയ്തു. അപ്പൊ ടെൻഡറിൽ ഹയസ്റ്റ് ഒരു കോൺട്രാക്ടറുടെ പേര് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് കോൺട്രാക്ട് കോട്ട് ചെയ്യാത്തതുകൊണ്ട് അയാളുടെ പേര് വന്നില്ല. ആ ഫസ്റ്റ് കോൺട്രാക്ടറുടെ പേരും സെക്കൻഡ് ഈ രണ്ടാമത്തെ ഇയാളുടെ വാല്യൂ മാത്രമായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ശരി, അടുത്തിനി ഹയസ്റ്റ് നോക്കുമ്പോൾ ഈ മൂന്ന് ഐറ്റത്തിന് ആരും കോട്ട് ചെയ്തിട്ടില്ല, അത് നില്ല് തന്നെ വന്നു. പക്ഷെ അതിൽ എടുത്തിരിക്കുന്ന വാല്യൂ ഏതാണ്, നമ്മുടെ ബിഡി വന്ന വാല്യൂ 750, 3600, 1500. അതിൽ നിന്നുള്ള വാല്യൂ ഡയറക്റ്റ് എടുത്തു. ബാക്കിയെല്ലാം കമ്പയർ ചെയ്തിട്ട് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏതിലാണോ ഹയസ്റ്റ് ഉള്ളത് അതെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഷീറ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിൽ വാല്യൂവിന്റെ ടോട്ടൽ, റേറ്റിന്റെ ടോട്ടൽ ഇവിടെ ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. റേറ്റിന്റെ ടോട്ടലിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, കാരണം നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എടുക്കേണ്ടത്. ഇനി BOQ സമ്മറി. BOQ സമ്മറി എന്ന് പറയുമ്പോൾ ടെസ്റ്റ് കോൺട്രാക്ട് ഒന്നാമത്തെ കോൺട്രാക്ടറിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 2,23,000 എന്ന് പറയുന്നത് ഇതാണ്. എന്തുവാ, റേറ്റിന്റെ ടോട്ടലാണ്. റേറ്റിന്റെ ടോട്ടലാണ്. ഇതൊരു റേറ്റ് അനാലിസിന് വേണ്ടി, റേറ്റ് കോൺട്രാക്റ്റിന് വേണ്ടി മാത്രം ഒരു ക്വാണ്ടിറ്റി ഇട്ട് റേറ്റ് കോൺട്രാക്റ്റിന് വേണ്ടി മാത്രമുള്ള BOQ ആയതുകൊണ്ടാണ് ഈ തരത്തിലുള്ള അനാലിസിസ് വരുന്നത്. അതിൽ വലിയ ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. മാനുവലി നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഈ എമൗണ്ട് ഇതാണ് വരുന്നത്. H2ന്റെ റേറ്റ് ഇത്രയാണ്, H1ന്റെ റേറ്റിന്റെ ടോട്ടൽ ഇത്രയാണ് എന്നുള്ളതാണ്. ഇനി ഐറ്റം വൈസ് കമ്പാരിസൺ വരുന്നുണ്ട്. ഐറ്റം വൈസ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റത്തിനും ഓരോ ആൾക്കാരും കോട്ട് ചെയ്ത റേറ്റും അതിന്റെ ഹയസ്റ്റും വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഡെമോയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ല, ഇതിനകത്തെല്ലാം ഇത് തന്നെയാണ്, ടെൻഡറിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് രണ്ടുപേരും H1 ആണ്. ഇത് ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്രമാണ് ഈ വന്നിരിക്കുന്നത്. ലൈവിൽ പക്ഷെ അങ്ങനെയല്ല വരുന്നത്, രണ്ട് കമ്പാരിസണും വരും. ഇത് രണ്ടും സെയിം റേറ്റ് ആയതുകൊണ്ടാണ് രണ്ടുപേരുടെയും പേരിൽ അവിടെ H1 വന്നത്. അത് ടെൻഡറിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ബിഡർ വൈസ് കമ്പാരിസണും അത് തന്നെയാണ്. ഒന്നാമത്തെ ബിഡർ ഉണ്ട്, അയാൾ എത്ര ഐറ്റം കോട്ട് ചെയ്തു, ഏതിനെല്ലാം അയാൾ ഹയസ്റ്റ് ആണെന്ന് നോക്കുന്നു, അതെല്ലാം H1 ആണ്. ഇതെല്ലാം ഈ അനാലിസിസ് ഡെമോയിൽ വന്നിരിക്കുന്നത് ഓപ്ഷനെ ബേസ് ചെയ്തിട്ടല്ല, ടെൻഡറിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ ഓപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ നമുക്ക് ലൈവിൽ കിട്ടും. ഇതും വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെയുള്ളൊരു ഷെഡ്യൂള് കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു, നോക്കട്ടെ. ഓക്കെ, ഞാനത് ഒന്നൊരു പിന്നെ എടുത്ത് കാണിക്കാം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് അവാർഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനമായി. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ്, അല്ല ബൾക്കായിട്ടാണെങ്കിൽ ബൾക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ലൈവ് ഓപ്ഷൻ കഴിഞ്ഞു, ഓപ്ഷനെ കഴിഞ്ഞു, ഫ്രീസ് ചെയ്തു. ഫ്രീസിങ് ചെയ്ത് കഴിഞ്ഞ ടെൻഡറിനെ നമുക്കിനി ഒരു സംശയം പറഞ്ഞോ. BOQ സമ്മറിയിൽ എന്താണ് ഇൻഡിഫറൻസ് എടുക്കാനുള്ളത്? സമ്മറിയിൽ
BOQ സമ്മറി എന്ന് പറഞ്ഞിട്ട് രണ്ടാളതും റേറ്റ് ടോട്ടൽ പേര് ഷീറ്റ് കണ്ടല്ലോ. അതെ. അതിന്റെ പ്രാധാന്യം എന്താണ്? ഇല്ല, അതിന്റെ പ്രാധാന്യം ഇല്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു കമ്പാരിസൺ എടുക്കുന്നത് നമ്മുടെ ഐറ്റം വൈസ് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് റേറ്റ് മാത്രം അനലൈസ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ആ ടോട്ടലിൽ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒറിജിനലി അത് വരാത്തത്. നമ്മൾ ബാക്കി ഏത് ടെംപ്ലേറ്റ് എടുത്താലും ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്താണല്ലോ വരുന്നത്, ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്നത്. പക്ഷെ ഐറ്റം വൈസ് ടെംപ്ലേറ്റ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് റേറ്റ് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട്, റേറ്റ് മാത്രം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ അത് ടോട്ടൽ വരുന്നത് റേറ്റ് മാത്രമേ വരത്തുള്ളൂ, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മുടെ BOQ നമുക്കുണ്ടല്ലോ, അവിടെ ഈ റേറ്റ് കോപ്പി ചെയ്തിട്ട് അറൈവ് ചെയ്യാനേ പറ്റത്തുള്ളൂ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഒന്ന് മാത്രം നോക്കിയാ പോരെ? ഒന്ന് മാത്രം നോക്കിയാ പോരെ എന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റി വേരി ചെയ്യുന്നതനുസരിച്ച് ടോട്ടൽ എമൗണ്ട് മാറത്തില്ലേ? ചില ഐറ്റത്തിന് ക്വാണ്ടിറ്റി കൂടുതലുള്ള ഐറ്റത്തിന് നമ്മൾ ഓവറാൾ ബിലോ ഉള്ള ആളാണ് വലിയ എമൗണ്ട് കോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ടോട്ടൽ എമൗണ്ടിൽ മാറത്തില്ലേ? മാറുമല്ലോ, ഉറപ്പായിട്ട് മാറും. BOQ 1-ലുള്ള റേറ്റ് വെച്ചിട്ട് നമ്മളുടെ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ പറയാം. ഷെഡ്യൂൾ കൊടുക്കണം. കോൺട്രാക്ടർ 1 എന്ന് പറയുന്നത് ഇത്, കോൺട്രാക്ടർ 2 എന്ന് പറയുന്നത് ഇത്. ഐറ്റം നമ്പർ ഇവിടെ വരട്ടെ. നമ്മൾ 1 ആണെന്ന് വെക്കുക. ഐറ്റം നമ്പർ 1 2 3 4. ഓക്കെ, ഇത് 100, ഇത് 100. ഒരാൾ ഒന്നാമത്തെ ഐറ്റത്തിന് 100 രൂപ കോട്ട് ചെയ്തു, രണ്ടാമത്തെ ഐറ്റത്തിന് 200 രൂപ കോട്ട് ചെയ്തു. അത് തന്നെ എല്ലാത്തിനും ഇരുന്നോട്ടെ. എന്നാൽ ഈ ഒരു ഐറ്റത്തിന് ഇയാൾ കോട്ട് ചെയ്തിരിക്കുന്നത് 50 രൂപയാണെന്ന് വയ്ക്കുക. ഓവറാൾ എടുക്കുമ്പോൾ എത്ര കിട്ടും? ഇതാണല്ലോ നമുക്ക് സിസ്റ്റം തരുന്ന കമ്പാരിസൺ. 900ഉം 1650. ഇതാണ് സിസ്റ്റം തരുന്ന അനാലിസിസ്. ഇത് ക്വാണ്ടിറ്റി 1 ആണെങ്കിൽ ഓക്കെ ആണ്. അതേസമയം ക്വാണ്ടിറ്റി ഇങ്ങനെയാണെന്ന് വെക്കുക. ഒന്നാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കറക്റ്റ് ആയിട്ട് വരും. അതേസമയം ക്വാണ്ടിറ്റി ഇത് മാത്രം 100 ആണെന്ന് വയ്ക്കുക. ഇനി രണ്ടുപേരുടെയും വാല്യൂ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. ആയിരമാണെന്ന് വെച്ചോ, ഞാൻ ഒരു ഡിഫറൻസ് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ ആളിന്റെ നോക്കാം. equal to this into this. ആരുടെ കൂടുതൽ ഒന്നേ മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞത്? ക്വാണ്ടിറ്റി മാറുമ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് മാറും. നമ്മൾ റേറ്റ് മാത്രം നോക്കുവാണെങ്കിൽ ഇവിടെ ഇയാളാണ് ഹയസ്റ്റ് ഇല്ലേ? അതേസമയം ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇയാളായി ഹയസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. സിംഗിൾ ലോട്ട് ആണെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി മാത്രം കൊടുക്കുക. കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അയാൾ ഹയസ്റ്റ് ആണെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. ക്വാണ്ടിറ്റിക്ക് ഇതിനകത്ത് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. റേറ്റ് മാത്രം അനലൈസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കത്തില്ല ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇത്രയും വലിയ വേരിയേഷൻ ഉണ്ടെങ്കിലൊക്കെ പറ്റത്തുള്ളായിരിക്കും. ഓക്കെ, ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ ആ ഒരു വേരിയേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസത്തിനുള്ള ചാൻസ് ഉണ്ട്. അത് എൻഷുർ ചെയ്തിട്ട് കൊടുക്കുക. മൾട്ടി ലോട്ടിൽ ഇങ്ങനെ ഒരു ടോട്ടൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? മൾട്ടി ലോട്ട് ആണെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. ആരൊക്കെ ഹയസ്റ്റ് അവർക്ക് മാത്രം അത് മാത്രം കൊടുക്കുക. അവിടെ പ്രശ്നം വരുന്നില്ല. സിംഗിൾ ടോട്ടലായി പ്രശ്നം വരുന്നത്. പക്ഷെ മൾട്ടി ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. സാധനം എടുക്കാതെ പോവും. ഇപ്പൊ എടുക്കുന്നയാളെ ചിലപ്പോൾ അയാൾക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ചെറിയ ഐറ്റം മാത്രം കിട്ടും. പിന്നെ അയാൾ എടുക്കാൻ അയാൾ നിർബന്ധിതനാവും. അപ്പോൾ ഒരാളിന് താല്പര്യമില്ലാതെ അടിച്ചേൽപ്പിക്കും പോലെ ആവും. അയാൾ ഓവറോൾ എല്ലാം കൂടെ കിട്ടുവാണെങ്കിൽ എടുക്കാനായിരിക്കും വരുന്നത്. പിന്നെ അവസാനം ഇവിടുന്ന് കിട്ടുന്ന പോലെ പ്ലാസ്റ്റിക് കുട്ടയും ചട്ടിയൊക്കെ ആയിരിക്കും കിട്ടുന്നത് അയാൾക്ക്. അപ്പൊ അതും ശരിയല്ല. ഒരു കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതും ശരിയല്ല. അയാളുടെ ഒരു നല്ല എമൗണ്ട് EMD നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഈ ടെൻഡർ അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് സിംഗിൾ ലോട്ട് ആയിരിക്കും നമുക്ക് കൺവീനിയന്റും തോന്നുന്നു. പക്ഷെ അപ്പോഴും ഈ ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടിട്ടാലും അത് തന്നെ വരുമായിരിക്കും.
ഒരു 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 പർട്ടിക്കുലർ ലെവൽ വരെ ചിലപ്പോൾ തിരിഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമ്മൾ റേറ്റ് അനാലിസിസ് ചെയ്യുന്നതും ടോട്ടൽ എമൗണ്ട് അനാലിസിസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ളത്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ടിന് തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, സിംഗിൾ ലോട്ട് ആണെങ്കിൽ. മൾട്ടി ലോട്ട് ആണെങ്കിൽ ആ പ്രശ്നമില്ല. ആരൊക്കെയാണോ ഹയസ്റ്റ്, ഇപ്പോൾ 1-2 വലിയ വാല്യൂ ഉള്ള ഐറ്റംസ് ആണെങ്കിൽ അത് മൾട്ടി ലോട്ട് തന്നെ ചെയ്യുക, ഉറപ്പായിട്ട് അത് പോകും. കുറേ ചപ്പുചവർ സാധനങ്ങളെല്ലാം ഉൾപ്പെടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ സിംഗിൾ ലോട്ടായിട്ട് ചെയ്യുക. ഫിനാൻഷ്യൽ ഇവാലുവേഷനും AOC ഞാനിനി പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഓപ്ഷനെ ഫിനാൻഷ്യൽ ഇവാലുവേഷൻ എടുക്കുക. കാണുന്നുണ്ടല്ലോ. ഓപ്ഷൻ ഇത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഫിനാൻഷ്യൽ ഇവാലുവേഷൻ എടുത്തു. നമ്മൾ സാധാരണ ടെൻഡറിന് ഫിനാൻഷ്യൽ ഇവാലുവേഷൻ ചെയ്യും പോലെയും AOC ചെയ്യും പോലെയും നമുക്കത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഈ പ്രോസസ്സ് ഞാൻ അതിനകത്ത് കാണിക്കുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ഇടയ്ക്കെന്തോ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടാ മുന്നോട്ട് പോയത്. എന്തായിരുന്നത്? ഇല്ല, ഞാൻ വേറൊരു ടെംപ്ലേറ്റ് എടുത്ത് കാണിക്കാം. ഈ ഒരു BOQ ചാർട്ട് എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു. 2 പേര് പ്രത്യേകം കോട്ട് ചെയ്തു ഓപ്ഷന്റെ വരുന്ന രീതിയിൽ. ഫിനാൻഷ്യൽ ഇവാലുവേഷനില് പല ആൾക്കാർക്കാർക്കും പല ഐറ്റം കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതെങ്ങനെയാ നമ്മൾ ആ ഫിനാൻഷ്യൽ ഇവാലുവേഷൻ എമൗണ്ട് അതിൻ്റെ ഉള്ളിൽ ഇടുക? ഇല്ല, നമ്മളിപ്പോ ഫിനാൻഷ്യൽ ഇവാലുവേഷനിൽ അയാൾ കോട്ട് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഇവിടെ ഇടുക. ഫിനാൻഷ്യൽ ഇവാലുവേഷനിൽ ഇയാൾ കോട്ട് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഇവിടെ ഇടുക. അത് ഓരോ ഐറ്റമിനും വെവ്വേറെ ആയിരിക്കൂലേ? അയാൾ ചിലപ്പോൾ 2 ഐറ്റമിനും ഹൈയസ്റ്റ് ആയിരിക്കും. അയാൾ കോട്ട് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഇവിടെ ഇടുക. ഇവാലുവേഷനിലേ നടക്കുന്നുള്ളൂ, നമ്മൾ അവാർഡ് ഓഫ് കോൺട്രാക്ട് അല്ല നടക്കുന്നത്. അയാൾ കോട്ട് ചെയ്ത് ഇത്ര രൂപയ്ക്കാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. മറ്റേ ആൾ കോട്ട് ചെയ്ത് ഇത്ര രൂപയ്ക്കാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് തന്നെയല്ലേ നമ്മൾ ടെൻഡറിലും ചെയ്യുന്നത്. അപ്പോഴത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആ വാല്യൂ കാണേണ്ടി വരും ഫിനാൻഷ്യൽ ഇവാലുവേഷൻ. അതെ, ഫിനാൻഷ്യൽ ഇവാലുവേഷനിൽ കാണിക്കേണ്ടി വരും. നമ്മൾ അതാണല്ലോ നമ്മൾ ഫയലിലിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്ത് ഇന്ന ആൾക്ക് വർക്ക് കൊടുക്കാം എന്നുള്ള സ്റ്റേജിലാണല്ലോ നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത്. അല്ല നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഈ ഫിനാൻഷ്യൽ ഓപ്പണിംഗ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഇത് ചെയ്യത്തില്ലല്ലോ. നമ്മളൊരു ഡിസിഷൻ എടുത്ത് അറൈവ് ചെയ്തതിന് ശേഷമല്ലേ ഇത് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പോൾ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. AOC ടിക്ക് ചെയ്യുമ്പോൾ മൾട്ടി ലോട്ടാണെങ്കിൽ ആർക്കൊക്കെ കൊടുക്കുന്നു അവർക്കൊക്കെ ടിക്ക് ചെയ്യുക. സിംഗിൾ ലോട്ടാണ് ഒരാളിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാളിനെ ടിക്ക് ചെയ്യുക. ഞാൻ ആ രീതിയിൽ കമ്പയർ ചെയ്ത ഒരു എണ്ണം ഞാൻ നോക്കുവാണ്. ഒരു 72343 723 സ്കോർ 5 അല്ല, ഞാൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നത്.
ഫിനാൻഷ്യൽ ഓപ്പണിംഗ് വരെയുള്ളതേ ഉള്ളൂ. അത് കാണിക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി നേരത്തെ ചെയ്തിട്ടിരുന്ന ആ ഒരു കമ്പാരിസൺ H1 H2 പ്രത്യേകം വരുന്ന ഒരു ഷെഡ്യൂൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ലൈവായിട്ട് കോട്ടയം PH ഡിവിഷനിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്ത ഒരു ഓപ്ഷന്റെ ആ കമ്പാരിസൺ ഈ ഒരു ലെവൽ വരെ ചെയ്തിട്ടുള്ള കമ്പാരിറ്റീവ് ചാർട്ട് എടുത്ത് നോക്കാം. പക്ഷെ അത് സിംഗിൾ ലോട്ടായിട്ട് ചെയ്തതാണ്. അതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് 109 108 ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 108 ഐറ്റം ഉണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടർ അത് നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡിൽ കോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ ഊഹിക്കുക. അപ്പോൾ അത്രയും സമയം നമ്മൾ ഈ ടെൻഡറിന് കൊടുക്കും, ഈ ഒരു ഓപ്ഷന് കൊടുക്കണം. അവർ ആക്ച്വലി 2 ദിവസം കൊടുത്തിരുന്നു. നമുക്കൊരു കാര്യം, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു ഷെഡ്യൂളിൽ ഒരു 10 മിനിറ്റ്, ഒരു 350 റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.